தேவனுடைய பரிசுத்த நாமம் மகிமைப்படுவதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Glory be to the name of God. இந்த வசனத்தில் രണ്ട് മുഖ്യ പദങ്ങളെ നാം பார்க்கிறோம். നമുക്ക് ഈ തിരുവചനത്തിൽ രണ്ട് സുപ്രധാന പദങ്ങൾ കാണാം. In this passage we come across two most important phrases. ഒന്ന് ആലോചന. ഒന്ന് ആലോചന. The first one is counsel. രണ്ടാമത് അവരുടെ തീരുമാനം. അടുത്തതായി അവരുടെ നിർണയം എന്ന് കാണാം. The one is the decision. ദൈവത്തിന്റെ മഹിമ. ദൈവത്തിന് മഹിമ. Glory be to God. ഉലക തോற்றத்துக்கு മുന്നമേ നമ്മുടെ ദേവാദി ദേവൻ തൃത്വ ദേവനാக വെളിപ്പെട്ടാர். ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ നമ്മുടെ ദൈവം തൃത്വ ദൈവമായിട്ടാണ് വെളിപ്പെട്ടിരുന്നത്. Even before the formation of the world, Almighty God manifested as God in Trinity. മുന്തിന നിത്യത്തിൽ ദേവാദി ദേവൻ മറ്റും കാണപ്പെട്ടാർ. അനാദി നിത്യതയിൽ നമ്മുടെ ദൈവാദി ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The former eternity of God and God alone remains. നമ്മുടെ ദേവൻ ഒരേ ഒരു ദൈവം. നമ്മുടെ ദൈവം ഒരേ ഒരു ദൈവം മാത്രം. God is what he wants. ஆனால் அந்த ஒரே ஒரு தெய்வம் சிருஷ்டிப்புக்காக തൃത്വ ദേവനാக വെളിപ്പെട്ടാർ. എന്നാൽ ആ ഏക ദൈവം സൃഷ്ടിയുടെ ഉദ്ദേശത്തിനായിട്ട് തൃത്വ ദൈവമായി പ്രവർത്തിച്ചു. However, that only one God for the purpose of creation manifested into three. പിതാ കുമാരൻ പരിശുദ്ധാത്മാവ് എന്ന തത്വത്തിൽ വെളിപ്പെട്ടാർ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഈ തൃത്വ രൂപത്തിൽ വെളിപ്പെട്ടു. He manifested the Trinity, namely the Father, the Son, and the Holy Ghost. മൂന്ന് ദൈവങ്ങളില്ല. അതുകൊണ്ട് തന്നെ മൂന്ന് ദൈവങ്ങളല്ല. Therefore not three different gods. മൂന്ന് ആളത്വം. മൂന്ന് ആളത്വങ്ങൾ. Rather three personalities. ഒരേ ഒരു ദൈവം. ദൈവം ഒന്ന് മാത്രം. Only one God. அந்த ഒരു ദേവനിൽ മൂന്ന് ആളത്വം. പക്ഷേ ആ ഒരേ ദൈവത്തിൽ തന്നെ മൂന്ന് ആളത്വങ്ങളുണ്ട്. In that one God, three different personalities. அந்த തൃത്വ ദേവൻ ഉലക തോற்றத்துக்கு മുന്നമേ ഉட்கார்ந்து ആലോചന செய்தார். ആ തൃത്വ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ കൂടിയിരുന്ന ഒരു ആലോചന നടത്തി. The time God before the formation of the world sat together and made a consultation. തനിമയായിരിക്കുന്നത് നല്ലതല്ല. കാരണം ഏകനായിരിക്കുന്നത് നന്നല്ല. Because it is not good to remain alone. നാം இப்படி തനിമയായിരിക്കുന്നത് என்ன செய்ய முடியும்? നാം ഇങ്ങനെ തനിച്ചിരുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? In this passion to remain alone, what is going to get? ദേവനിൽ ഒരു അൻപ് കാണപ്പെട്ടത്. ദൈവത്തിൽ ഒരു വലിയ സ്നേഹം ഉണ്ടായിരുന്നു. There was a love in God. അതിനാലാണ് യോവാൻ എഴുതിയ 1 യോവാൻ 4-ാം അധ്യായം 8-ാം വചനത്തിൽ ദേവൻ അൻപാകവേ ഇരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ 60-ാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം സ്നേഹം തന്നെ. Therefore, John chapter 4 verse 8 to the reading, God is love. அந்த அன்பு வெளிப்பட வேண்டுமானால் ഇനി അതേ പോன்ற ഒരു പൊരുൾ தேவை. ആ സ്നേഹം പ്രദർശിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി മറ്റൊന്ന് ആവശ്യമായിരിക്കുന്നു. If that love is to be revealed for the same purpose, there is something like else in എല്ലാ പൊരുളിലും നെരുപ്പ് കാണപ്പെടുന്നു. എല്ലാ വസ്തുവിലും തീ അടങ്ങിയിട്ടുണ്ടല്ലോ. In everything fire is attached. ഒരു കരിങ്കല്ല് എടുത്ത് പാരുന്നു. നാം ഇപ്പോൾ ഒരു കരിങ്കൽ കഷ്ണം എടുത്താൽ take a piece of stone. அந்த കരിങ്കല്ലിലുള്ള നെരുപ്പുണ്ട്. ആ കരിങ്കൽ കഷ്ണത്തിനുള്ളിൽ തീയുണ്ട്. There is fire within. ഒരു തടി കഷ്ണത്തിനുള്ളിൽ നെരുപ്പുണ്ട്. ഒരു വിറക് കഷ്ണമായാലും തീയുണ്ട്. take a piece of wood, there is fire within. അതിനാലാണ് அந்த തടി കഷ്ണങ്ങൾ മരങ്ങൾ ഒന്നോടൊന്ന് ഉരസി നെരുപ്പുണ്ടാക്കി കാട്ടുതീ ഉണ്ടാക്കുന്നതിന്റെ നമുക്ക് യാതൊരു തെരിയും. അതുകൊണ്ട് തന്നെയാണ് ഈ വൃക്ഷക്കൊമ്പുകൾ കാറ്റിൽ തമ്മിൽ ഉരസുമ്പോൾ തീ ആളിപ്പടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. Yes, we know that once the branches of the trees spread together, the result is light or fire. കരിങ്കല്ലിൽ നെരുപ്പുണ്ട്. കരിങ്കല്ലിൽ തീയുണ്ട്. In a stone there is fire. அந்த കരിങ്കല്ല് തനിമയായി ഇരുന്നാൽ
அந்த நெருப்பு வெளிப்பட முடியாது. കരിങ്കല്ല് പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ ആ തീ പുറത്തു കൊണ്ടുവരുവാനാവില്ല. The stone that is alone, the fire cannot be brought out. அதற்கு அதே போன்ற ஒரு കരിങ്കല്ല് தேவை. അതിന് സമാനമായ മറ്റൊരു കരിങ്കല്ല് ആവശ്യമാണ്. A similar stone is required. നാം ഉരസുമ്പോൾ ഈ രണ്ട് കരിങ്കല്ല് നമ്മൾ ചേർത്ത് ഉരസിയാൽ it is scratched these two pieces of stone. തീ പുറത്തു വരും. The result is fire comes out. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദേവൻ അൻപായിരിക്കും. നമ്മുടെ ദൈവം സ്നേഹം തന്നെയായിരിക്കുന്നു. Our God is love. ദേവൻ തനിയായിരുന്നാൽ അൻപ് വെളിപ്പെടാം. പക്ഷേ ആ ദൈവം ഒറ്റയ്ക്കിരുന്നാൽ ആ സ്നേഹം പുറത്തു വരികയില്ല. God is alone, the love cannot be unfold. നെരുപ്പിനാൽ വലിയ കാര്യങ്ങൾ സാധിക്കുന്നത് പോലെ ദേവന്റെ അൻപിനാൽ വലിയ കാര്യങ്ങൾ സാധിക്കില്ല. തീ ഉപയോഗിച്ച് നാം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹത്താൽ വലിയ കാര്യങ്ങൾ സംഭവ്യമായി തീരും. As many things can be materialized by using fire, so can be by the power of God now become the great things. എഫേസ്യർ 1-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യമായി വായിച്ചാൽ as we go through Ephesians chapter 1 to the 4th verse, അൻപിൽ പരിശുദ്ധമുള്ളവരും അൻപിൽ കുറ്റമറ്റവരുമായി ഇരുപ്പതற்கு ദേവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്താൽ എന്ന് വാസിക്കും. നാം സ്നേഹത്തിൽ വിശുദ്ധരും നാം സ്നേഹത്തിൽ നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തു. Blameless now, witness holy now, God has chosen us in Christ Jesus. ക്രിസ്തുദേവൻ ഉലകത്തോട്ടത്തിற்கு മുന്നമേ ഉൾക്കാർന്ന് ആലോചിച്ച ഡിസ്കഷൻ ചെയ്ത ആകയാൽ ഈ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച നടത്തി. Before the prophets of the world, the three gods are together and ആലോചന എന്തായിരുന്നു അവരുടെ ആലോചനാ വിഷയം? What was their discussion? എഫേസ്യർ 1-ാം അധ്യായം 9-10 വചനങ്ങൾ വാസിക്കുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചാൽ as we go through Ephesians chapter 1 verses 10, പരലോകത്തിൽ ഇരിക്കുന്നവരും ഭൂമിയിൽ ഇരിക്കുന്നവരും ഒന്നാക്കപ്പെടണം. സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കപ്പെടണം. Those who have entered on earth again to be brought together. പരലോകത്തിൽ ഇരിക്കുന്നവർ ദേവാദി ദേവൻ. സ്വർഗ്ഗത്തിലുള്ള ദൈവാദി ദൈവം The God of gods is in heaven. ഭൂമിയിൽ ഇരിക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധവാന്മാർ. ഭൂമിയിലുള്ളവർ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടതായ വിശുദ്ധന്മാർ. Those are the saints who are sanctified. മനുഷ്യന് ഒന്നാക്കപ്പെടണം. അതായത് ദൈവവും മനുഷ്യനും ഒന്നായി ചേർക്കപ്പെടണം. God and man should be united. ഇതായിരുന്നു അവരുടെ ആലോചനാ വിഷയം. This is the counsel of God. ഒന്നാക്കപ്പെടണം. ഒന്നായി ചേർക്കപ്പെടുക. To be united. ഇതാണ് ക്രിസ്തുവിൻ മനത എന്ന് പരിശുദ്ധ പൗലോസ് சொன்னார். ഇതിനെയാണ് ക്രിസ്തുവിന്റെ മനസ്സെന്ന് വിശുദ്ധ പൗലോസ് വിശേഷിപ്പിച്ചത്. In the words of Saint Paul, this is a mind to Christ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വചനത്തെ വാസിക്കുമ്പോൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാൽ as we turn to Corinthians chapter 2 verse 16, ക്രിസ്തുവെ ബോധിക്കത്തക്കதாக ക്രിസ്തുവിന്റെ മനത അറിഞ്ഞവൻ യാർ? അവനോ ക്രിസ്തുവിൻ മനത இருக்கிறது. അവന്റെ മനസ്സ് ആരാണെന്ന് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. Who hath not the mind of the Lord, then we may instruct him, but we know the mind of Christ. ക്രിസ്തുവിന്റെ മനത എന്ന് சொல்லுമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുമ്പോൾ mind of Christ നാല് വിഷയത്തെ വെളിപ്പെടുത്തുന്നു. അതിൽ 4 കാര്യങ്ങൾ വെളിപ്പെടുന്നു. This speaks about 4 things. ഒന്ന് ക്രിസ്തുവിൻ മനത என்பது ഒന്നാക്കപ്പെടുതൽ. ഒന്നാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത് ഒന്നായി ചേർക്കപ്പെടുക. This context, mind of Christ speaks about being united. യോഹന്നാൻ 17-ാം അധ്യായം 21-22 വചനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-22 വാക്യങ്ങൾ. John's Gospel chapter 17 verses 21 and 22. പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകുമ്പടിക്ക് ഇവർക്കാக വേണ്ടുதல் ജപം ചെയ്യുക. പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. Oh Lord, as we are one, there must be one with us, therefore I make supplication for them. രണ്ടാമത് ക്രിസ്തുവിൻ മനത എന്നത് താഴ്മയെ വെളിപ്പെടുത്തുന്നു. രണ്ടാമത് ക്രിസ്തുവിന്റെ മനസ്സെന്നത് താഴ്മയെ കാണിക്കുന്നു. The second aspect of the mind of Christ speaks about humility. ഫിലിപ്പിയർ 2-ാം അധ്യായം 5-ാം വചനത്തിൽ ഇരുന്ന് 8-ാം വചനം കൂടിയേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ളതായ തിരുവചനങ്ങൾ. Philippians chapter 2 verses 5 and 8. മൂന്നാമത്തെ ക്രിസ്തുവിൻ മനത എന്നത് പാടുപെടുതൽ. 1-ാം പേതുരു 4-ാം അധ്യായം മുതൽ 2 വചനങ്ങൾ. ക്രിസ്തുവിന്റെ മനസ്സിന്റെ മൂന്നാമത്തെ ഘടകം എന്നത് കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്.
1 പത്രോസ് 4:8 First in the chapter 4 verse 12, we come across the third aspect of Christ's fight, which is suffering. നാലാമത് ക്രിസ്തുവിൻ മനത് എന്നത് ദേവസിദ്ധം ചെയ്വത് എബ്രായർ 10:6-7 വാസിക്കുന്നു. നാലാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നതാണ്. അത് എബ്രായർ 10:6-7 കാണാം. The fourth aspect of the mind of Lord Jesus Christ is doing the will of God, which is mentioned in Hebrews chapter 10 verse 5 and 6. நீர் எனக்கு ஒரு சரீரம் தந்தீர், அதனால் நான் உமது சித்தம் செய்ய இதோ வருகின்றேன். ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നീ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. Behold, I come to do thy will, thou hast prepared a body for me. ഇതാണ് ക്രിസ്തുവിൻ മനത്. ഇതൊക്കെയാണ് ക്രിസ്തുവിന്റെ മനസ്സ്. This is the mind of ഇതാണ് ക്രിസ്തുവിൻ ആലോചന അഥവാ ക്രിസ്തുവിന്റെ ആലോചന. In other words, the counsel of Christ. അപ്പോൾ ദേവനും മനുഷ്യനും ഒന്നാക്കപ്പെടണം. ആകയാൽ ദൈവവും മനുഷ്യനും ഒന്നായി കൂട്ടിച്ചേർക്കപ്പെടണം. Therefore, man and God should be united together. അതற்കായി അവർ ഒരു തീരുമാനത്തിൽ വന്നുവിട്ടാർ. അതിനായി അവർ കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ വന്നെത്തി. For the same purpose, he made a decision. എന്നാ തീരുമാനം? എന്തായിരുന്നു തീരുമാനം? What is that decision? ആദിയാകമം 1:26 Genesis chapter 1 verse number 26. നമ്മുടെ സായലാകവും നമ്മുടെ രൂപത്തിൻപടിയും മനുഷ്യനെ ഉണ്ടാക്കുവോമാക. നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക. Let us make man out of our image and likeness. ദേവനുടെ സായലാക ദേവനുടെ രൂപത്തിൻപടി ഉരുവാക്കപ്പെട്ട ഒരേ ഒരു പൊരുൾ താൻ മനുഷ്യൻ. എല്ലാ സൃഷ്ടികളിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപപ്രകാരവും നിർമ്മിക്കപ്പെട്ട ഒന്നേ ഒന്ന് മനുഷ്യൻ മാത്രമായിരുന്നു. Man is the sole object that is made in the image and likeness of God. അല്ലാതെ മനുഷ്യനെ ദേവൻ സൃഷ്ടിക്കവില്ല, മനുഷ്യനെ ദേവൻ ഉണ്ടാക്കിനാർ. ആകയാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, നിർമ്മിച്ചതത്രേ. Therefore, what did God create man? He formed him. സൃഷ്ടിപ്പുക്കും ഉണ്ടാക്കുന്നതുക്കും വ്യത്യാസമുണ്ട്. സൃഷ്ടിക്കും നിർമ്മിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. There's a difference between creation and formation. ആദിയാകമം 2:7 നാം വാസിക്കുമ്പോൾ മണ്ണിനെ തോസിയിനാൽ മനുഷ്യനെ ഉണ്ടാക്കിനാർ. വായിക്കുമ്പോൾ ദൈവത്തിന്റെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. Genesis chapter 2 verse 7, God formed man out of the dust of the earth. 100-ാം സംഗീതം 3-ാം വാസിക്കുമ്പോൾ 100-ാം സംഗീതത്തിന്റെ 3-ാം വാക്യം വായിച്ചു. Lord was a sound trumpet. നാമല്ല അവരെ നമ്മെ ഉണ്ടാക്കിനാർ. നാമല്ല അവർ നമ്മെ ഉണ്ടാക്കി. It is not we but he created us. നാം ദേവനെ ഉണ്ടാക്കവില്ല. നാം ദൈവത്തെ ഉണ്ടാക്കിയതല്ല. We did not form God. ദേവൻ നമ്മെ ഉണ്ടാക്കിനാർ. പക്ഷേ ദൈവമാണ് നമ്മെ ഉണ്ടാക്കിയത്. Rather God formed us. മറ്റ് എല്ലാവരെയും ദേവൻ തന്നത് വാർത്തയിനാൽ സൃഷ്ടിക്കാം. മറ്റ് സകല സൃഷ്ടികളും ദൈവത്തിന്റെ വചനത്താൽ ഉളവാക്കിയത്. All the things were created by the word of God. ആദ്യം ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചാർ എന്ന് ആദിയാകമം 1-ാം വാസിക്കുന്നു. പറയുന്നത് എങ്ങനെയാണ്? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. Chapter 1 verse 1 says, in the beginning God created the heaven and the earth. ദൂതകളെ സൃഷ്ടിച്ചാർ. അതുകൊണ്ട് തന്നെ ദൂതന്മാരെ സൃഷ്ടിച്ചു. God created വാനത്തെയും ഭൂമിയെയും എല്ലാവരെയും സൃഷ്ടിച്ചു. സ്വർഗ്ഗവും ഭൂമിയും എല്ലാം ദൈവം സൃഷ്ടിച്ചു. He created the earth and the heaven. മനുഷ്യനെ സൃഷ്ടിക്കവില്ല, മനുഷ്യനെ ഉണ്ടാക്കിനാർ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, മനുഷ്യനെ ഉണ്ടാക്കിയത്. Man was not created, he was formed. നമ്മുടെ സായലാകവും രൂപത്തിൻപടിയും മനുഷ്യനെ ഉണ്ടാക്കുവോമാക. നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപപ്രകാരവും മനുഷ്യനെ നിർമ്മിക്കുക. Let's make man out of our image and likeness. കരിങ്കല്ലെ പോലെ ഇനി ഒരു കരിങ്കല്ല്. ആ കരിങ്കല്ലിന് സമാനമായ മറ്റൊരു കരിങ്കൽ. There's another piece of stone like the former one. നീ ചെങ്കല്ല് എടുത്താൽ പ്രയോജനമില്ല. അതിലൂടെ ഒരു ഇഷ്ടിക എടുത്താൽ പ്രയോജനപ്പെടില്ല. Take a piece of brick, it's not going to use it. ഉരസിനാൽ നെരുപ്പ് വെളിപ്പെടാം. കരിങ്കല്ലും ഇഷ്ടികയും തമ്മിൽ കൂട്ടി ഉരസിയാലും തീ വരികയില്ല. The structure, brick and the stone, ദേവാദിദേവൻ മനുഷ്യനെ തമ്മത് സായലാകവും തമ്മത് രൂപത്തിൻപടിയും സൃഷ്ടിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ദൈവാദിദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപപ്രകാരം ഉണ്ടാക്കിയത്. That's why the God of God created man out of his own image and own likeness. ദേവന്റെ മഹിമ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory to God. ദേവനുടെ സായൽ என்பது முதலாம் നാം കേട്ടതുപോലെ ദേവസായൽ என்பது അവരുടെ അൻപേയും ദേവന്റെ രൂപം என்பது അവരുടെ സ്വഭാവത്തെയും
തൃത്വത്തെയും വെളിപ്പെടുത്തുന്നത്. ആകയാൽ ഈ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും എന്ന് പറയുമ്പോൾ നാം ഒന്നാം നാളിൽ കേട്ടതുപോലെ സാദൃശ്യം എന്നത് തന്റെ സ്നേഹത്തെ കാണിക്കുന്നു. തന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ തന്റെ സ്വഭാവത്തെയും അതുപോലെ തന്നെ അതൃത്വത്തെയും കാണിക്കുന്നു. The image of God speaks about His character. The likeness of God speaks about His love and Trinity. അതിനാൽ മനുഷ്യൻ തൃത്വமாக കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ തൃത്വമായിരിക്കുന്നത്. That's why man is also Trinity. ആത്മ ശരീരം മൂന്ന് പകുതിയുണ്ട്. നമുക്ക് മൂന്ന് ഘടകങ്ങളുണ്ട്: ആത്മാവ്, പ്രാണൻ, ദേഹം. There are three aspects in our life. മൂന്ന് വ്യത്യസ്തമായിരിക്കുമ്പോഴും ഒന്നായിരിക്കുന്നു. The three different aspects in one. വിവിധമായ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ഒരു തീരുമാനമുണ്ടായി. മനുഷ്യനെ സൃഷ്ടിക്കുക എന്നിങ്ങനെ ഒരു തീരുമാനമുണ്ടായി. Thus there was a decision to create man in this fashion. അടുത്തപടിയാക യെശയ്യാ 6-ാം അധ്യായം 8-ാം വചനത്തെ വാസിക്കുമ്പോൾ അടുത്തതായി യെശയ്യാ 6-ാം അധ്യായം 8-ാം വചനം വായിച്ചാൽ Again, when we come to Isaiah chapter 6 verse 8, പരലോകത്തിൽ ഒരു ശബ്ദമുണ്ടാകും. അവിടെ സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം കേൾക്കുന്നു. a voice echoes from heaven. നമ്മത് കാര്യமாக யார் போவார்? ആർ നമുക്കായി പോകും? Who should go for us? മനുഷ്യനെ നമ്മുടെ സാഹചര്യ രൂപത്തിൽ സൃഷ്ടിക്കണം, മനുഷ്യനെ നമ്മൾ ഉണ്ടാക്കണം. മനുഷ്യനെ നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപപ്രകാരവും നിർമ്മിക്കേണ്ടതുണ്ട്. We must form man unto our image and likeness. പരലോകത്തിൽ ഒരു ശബ്ദമുണ്ടാകും. അപ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം മുഴങ്ങുന്നു. The voice echoes in heaven. യെശയ്യാ 6-ാം അധ്യായം 8-ാം വചനം. യെശയ്യാ 6-ാം അധ്യായം 8-ാം വാക്യം. Isaiah chapter 6 verse 8. നമ്മത് കാര്യமாக யார் போவார்? ആർ നമുക്കായി പോകും? Who will go for us? അവർ മൂന്ന് തൃത്വം താൻ കാണപ്പെടും. അപ്പോൾ ആ തൃത്വത്തിലെ ഈ മൂന്നാളത്വങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Time God revealed today. உடனே இரண்டாம் ஆகத்துமாகிய நாம் சொல்லுகிற இயேசு கிறிஸ்து சாடி எழுப்பினார். இதோ അടിയനെ അനപ്പും. നാം യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്വം ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. Suddenly, the second Trinity, that is Lord Jesus Christ, യെശയ്യാ replies, "Go there." Isaiah chapter 6 verse 8, let's go through. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് யாரு நமது காரியமாக போவான்? ആർ നമുക്കായി പോകും? Who should go for us? உடனே இதோ அடியேனை அனுப்பும். ഉടനെ ഒരു ശബ്ദം, അടിയനിതാ, അടിയനെ അയക്കണമേ. Suddenly, the response comes, "No way." அப்படி இயேசு அனுப்பப்பட்டவர். എങ്ങനെ യേശു അയക്കപ്പെട്ടവൻ? This is how Jesus Christ being sent. அதனால்தான் യെശയ്യാ 48-16 வசனத்தின் கடைசி பகுதியில் வாசிக்கும்போது അതുകൊണ്ട് തന്നെ യെശയ്യാ 48-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിച്ചാൽ Therefore, when we come to Isaiah 48 verse 16, the last part. கர்த்தராகிய ஆண்டவரும் அவருடைய ஆவியும் என்னை அனுப்பினார். യഹോവയായ കർത്താവും തന്റെ ആത്മാവും എന്നെ അയക്കുന്നു. The Lord God and His Spirit have sent me. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. இயேசு அனுப்பப்பட்டவர். കർത്താവായ യേശുക്രിസ്തു അയക്കപ്പെട്ടവൻ. Jesus was sent. அதனால்தான் யோவான் 8-ாம் அதிகாரம் 29-ாம் வசனத்தை வாசிக்கும்போது യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ John's Gospel chapter 8 verse number 29. என்னை அனுப்பினவர் என்னுடன் இருக்கிறார். എന്നെ അയച്ചവനോട് കൂടിയുണ്ട്. He that sent me is நான் with me. அனுப்பப்பட்டவர். അതുകൊണ്ട് തന്നെ ഞാൻ അയക്കപ്പെട്ടവൻ. Therefore, I got been sent. யோவான் எழுதின சுவிசேஷம் 20-ாம் அதிகாரம் 21-ாம் வசனத்தை வாசிக்கும்போது യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ വായിച്ചാൽ John's Gospel chapter 20 verse number 21. என் பிதா என்னை அனுப்பினது போல நான் உங்களையும் அனுப்புகிறேன். എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. As the Father has sent me, so I will send you. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. இதெல்லாம் தேவனுடைய மனதிலே பிளான். ഇതെല്ലാം ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതിയാണ്. This is the plan in the mind of God. அதனால்தான் இயேசு கிறிஸ்துவுக்கு அப்போஸ்தலன் என்ற பெயர் கொடுக்கப்பட்டது. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു അപ്പോസ്തലൻ എന്ന നാമകരണം ചെയ്യപ്പെട്ടത്. That's why God Jesus Christ is named the Apostle. എബ്രായർ 3-ാം അധികാരം 1-ാം വചനത്തിൽ വാസിക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കത് കാണാം. Hebrews chapter 3 verse 1 speaks about அப்போஸ்தலன் என்று சொன்னால் அனுப்பப்பட்டவர். അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. Apostle means
what we say, இயேசுவே அனுப்பினார். ആകയാൽ യേശു ക്രിസ്തുവിനെ അയച്ചു. Jesus has been sent. எப்போது அனுப்பினார்? എപ്പോഴാണ് അയച്ചത്? When was he sent? മറിയായുടെ വയറ്റിൽ കുഴന്തയായി വന്ന കഥയല്ല. മറിയയുടെ ഉദരത്തിൽ ശിശുവായി വന്നതായ കാര്യമല്ല പറയുന്നത്. It is not the story that he was conceived in the womb of Mary. அதனால்தான் மீகா 5ஆம் அதிகாரம் 2ஆம் வசனத்தின் கடைசி பகுதியில் வாசிக்கும்போது അതുകൊണ്ട് തന്നെ മീഖാപുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിച്ചാൽ Micah chapter 5, the second verse, the last part. அவருடைய புறப்படுதல் அநாதி காலம் துவங்கி காணப்பட்டதை வாசிக்கிறோம். അവന്റെ ഉത്ഭവം പുരാതന കാലം മുതൽക്കേ ഉള്ളത്. Those going forth have been from the upward, from the everlasting. தேவனுக்கு மகிமை. ദൈവത്തിന്റെ മഹത്വം. Glory. அநாதி காலத்திலே அவர் புறப்பட்டார். അനാദി കാലം മുതൽ അവൻ ഉത്ഭവിച്ചു പുറപ്പെട്ടു. He started from the அவர் everlasting. புறப்படும் போது ஆண்டவர் என்ன செய்து புறப்பட செய்தார்? താൻ പുറപ്പെടുമ്പോൾ കർത്താവ് എന്ത് ചെയ്താണ് ഇതിനെ പുറപ്പെടുവാനാക്കിയത്? When is the child? What did he do before that? அபிஷேகம் செய்தார் என்று நீதிமொழிகள் 8ஆம் அதிகாரம் 23ஆம் வசனத்தில் தமிழில் தெளிவாக நாம் வாசிக்கிறோம். തന്നെ അഭിഷേകം ചെയ്തു എന്ന് സമയത്ത് 8:23 തമിഴിൽ വ്യക്തമായി കാണാം. Chapter verse 23 is arrived. ഭൂമി ഉണ്ടാകുന്നത് பூமி உண்டாகும் முன்னும் ആദി മുതൽക്കൊണ്ടും ஆதி முதல் கொண்டும் അനാദിയായി அநாதியாய் ഞാൻ അഭിഷേകിക്കപ്പെട്ട ഞാൻ അഭിഷേകം பண்ணப்பட்ட മറ്റേ മൊഴികളെല്ലാം ഞാൻ ജനിപ്പിക്കപ്പെട്ട് നിയമിക്കപ്പെട്ട് എന്ന് എഴുതിയിരിക്കും. അത് ശരിയാണ് അർത്ഥം தான். മറ്റ് ഭാഷകളിൽ ജനിപ്പിക്കപ്പെട്ടു എന്നും നിയമിക്കപ്പെട്ടു എന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. The other languages, it is begotten, it is appointed, that interpretation. അവൻ അഭിഷേകം பண்ணப்பட்டு അഥവാ ഞാൻ അഭിഷിക്തനായി. I was anointed. യേശുക്രിസ്തു യോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം എടുത്തപ്പോது பரிசுத்த ஆவியானவர் பிராவை போல அவர் மேல் இறங்கினதாக நாம் பார்க்கிறோம். அப்போதுதான் இயேசு அபிஷேகம் பண்ணப்பட்டார் என்று எல்லாரும் சொல்லுகிறார்கள். இல்ல, அது ஒரு பகுதி தான். കർത്താവായ യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് കരകയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാബല്യ രൂപത്തിൽ തന്റെ മേൽ വന്നപ്പോൾ താൻ എപ്പോഴാണ് അഭിഷേകം പ്രാപിച്ചതെന്നാണ് ബൈബിൾ പറയുന്നതില്ല. അത് അതിലെ ഒരു ഭാഗം മാത്രമാണ്. The Lord Jesus Christ in water baptism came out, the Holy Spirit came upon him. உலக தோற்றத்துக்கு முன்னமே இயேசு அபிஷேகம் பண்ணப்பட்டார். കർത്താവായ യേശുക്രിസ്തു ലോകസ്ഥാപനത്തിന് മുന്നേ അഭിഷേകം ചെയ്യപ്പെട്ടു. Lord Jesus Christ was anointed before the foundation of அந்த the world. இயேசுவின் அபிஷேகத்தின் மூலமாக യേശുവാകുന്ന ഈ അഭിഷിക്തനിലൂടെ Through the Jesus Christ anointed. கிறிஸ்தவத்திலே எபேசியர் 1ஆம் அதிகாரம் 4ஆம் வசனத்தை நாம் மறுபடியும் வாசிக்கும்போது അതുകൊണ്ടാണ് എഫെസ്യർലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വീണ്ടും വായിച്ചാൽ Wherefore Ephesians chapter 1 verse number 4. அன்பில் பரிசுத்தமுள்ளவரும் குற்றமற்றவருமாய் இருப்பதற்கு கிறிஸ்து இயேசுவில் கிறிஸ்து என்று சொன்னார் அபிஷேக்தர். நம்மை தெரிந்தெடுத்தார் என்று நாம் வாசிக்கிறோம். സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ ക്രിസ്തു യേശുവിൽ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ വിശുദ്ധനാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. To be born into the bride before him now, he had chosen us like Jesus Christ. உலக தோற்றத்துக்கு முன்னமே அபிஷேகம் பண்ணப்பட்ட ஒரு கிறிஸ்துவை நாம் பார்க்கிறோம். ലോകസ്ഥാപനത്തിന് മുമ്പേ അഭിഷിക്തനായ ഒരു ക്രിസ്തുവിനെ നമുക്കപ്പോൾ കാണാൻ കഴിയും. Thus we notice the Christ who has anointed before the foundation of the world. இவ்விதமாக அபிஷேகம் பண்ணப்பட்ட இயேசு எல்லாவற்றையும் சிருஷ்டித்தார். ഇങ്ങനെ അഭിഷിക്തനായ യേശു ക്രിസ്തു സകലവും സൃഷ്ടിച്ചു. Thus this anointed Jesus created everything. மனுஷனையும் தமது சாயலாக தமது ரூபத்தின்படி உண்டாக்கினார். മനുഷ്യനെയും തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഉണ്ടാക്കി. He formed him also unto his own image and likeness. ஒரே ஒரு மனுஷனை தான் உண்டாக்கினார். നിർമ്മിച്ചത് ഒരൊറ്റ മനുഷ്യനെ മാത്രമായിരുന്നു. He formed only one man. ദൂതர்கள் കോടാകോടിயாக ദേവൻ സൃഷ്ടിத்தார். ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചപ്പോൾ കോടാനുകോടിയായിട്ടാണ് സൃഷ്ടിച്ചത്. But God created angels, millions and millions. ஏன் அவன் ஒருவரை സൃഷ്ടിத்தார்? എന്തുകൊണ്ടാണ് ഒരുവനെ സൃഷ്ടിച്ചത്? But did God form only one man? മൽക്കിയ 2ആം അധികാരം 15ആം വസനത്തെ നാം വാസിക്കുമ്പോൾ മലാക്കി 2:15 വായിക്കുന്നു. Malachi chapter 2 verse number 15. അവൻ ഒരുവനെയല്ല പടച്ചാൽ അവരിൽ ജീവൻ പരിപൂർണമായി ഇരുന്നത്, ആവി പരിപൂർണമായി ഇരുന്നത്. പിന്നെ ഏൻ ഒരുവനെ പടക്ക வேண்டும்? ഭക്തിയുള്ള സന്തതി പെറുപടിതാനെ. ദൈവം ഒരുവനെയല്ലോ ജനിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഒരുവനെ ജനിപ്പിച്ചത്? തന്നിൽ ആത്മാവ് സമൃദ്ധിയായിട്ടുണ്ടായിരുന്നുവല്ലോ. അത് ദൈവഭക്തിയുള്ള ഒരു സന്തതിയെ ജനിപ്പിക്കുവാൻ വേണ്ടിയല്ലയോ? God formed only one man. When he created
2021, you got to create a seed. ആംഗ്ലത്തിലും മലയാളത്തിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇംഗ്ലീഷ് മലയാള പരിഭാഷകൾ അല്പം വിഭിന്നമാണ്. നമ്മുടെ പോലെ നിങ്ങൾക്ക് വിളങ്കാതെ തമിഴിലുള്ളതുപോലെ മറ്റു പരിഭാഷകളിൽ വ്യക്തമല്ല. അവർ ഒരുവനെയല്ലവ പടയ്ക്കാൻ അവരിടത്തിൽ പരിപൂർണമായി ഇരുന്നത് പിന്നെ ഏൻ ഒരുവനെ പടയ്ക്കാൻ വേണ്ടും ഭക്തിയുള്ള സന്തതി ഏർപ്പെടുത്താന് ദേവനക്ക് മഹിമ. ദേവഭക്തിയുള്ള ഒരു സന്തതി ഉരുവാക്കപ്പെടാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ദൈവഭക്തിയുള്ളതായ ഒരു സന്തതിയെ രൂപീകരിക്കണം. ഇതാണ് അവരുടെ തീരുമാനം. ഇതായിരുന്നു തന്റെ തീരുമാനം. ദേവഭക്തി എന്ന് சொன்னால் അർത്ഥമല്ല. അങ്ങനെ ദൈവഭക്തിയുടെ അർത്ഥം എന്താണ്? യാക്കോബ് 1-ാം അധികാരം 27-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാൽ തിക്കറ്റ പിള്ളകളെയും വിധവകളെയും വിസാരിപ്പിക്കുന്ന ഉലകത്താലുള്ള കറപ്പെടാതെ തന്നെ കാത്തുകൊള്ളുന്നതുമേ ദേവനുക്ക് മുൻപാകെ മാസില്ലാത്ത ശുദ്ധமான ഭക്തിയായിരിക്കുന്നത്. ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താരുടെ കലങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. To visit the fatherless and widows in their affliction and keep himself unspotted. ഭക്തി എന്ന് പേസാമ പോവതല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ വിടാപ്പൂച്ചയെ പോലെ നടക്കുന്നതല്ല. Godliness doesn't speak about being mute. ഉലകത്താലുള്ള കറപ്പെടാതെ തന്നെ കാത്തുകൊള്ളുന്നതുമേ ദേവനുക്ക് മുൻപാകെ മാസില്ലാത്ത ശുദ്ധமான ഭക്തിயாக കാണപ്പെടുന്നത്. ലോകത്താലുള്ള കലങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതാണ് ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. Keeping oneself unspotted before God is a pure religion, but godliness in the sight of God. ഇതാണ് അവരുടെ തീരുമാനം. ഇതായിരുന്നു തന്റെ തീരുമാനം. This was the decision of God. ഇത് പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ വിശുദ്ധ പൗലോസിന്റെ വാക്കുകളിൽ In the words of Saint Paul, എഫേസ്യർ 5-ാം അധികാരം 27-ാം വചനത്തിൻപടി എഫെസ്യ ലേഖനം 5:27 after Ephesians chapter 5 verse 27, തീരെ മുതലാമത് ഒന്നുമില്ലാமல் പരിശുദ്ധവും വെളിയറ്റതുமான മഹിമയുള്ള സഭ ഉരുവാക്കപ്പെട வேண்டும். அதற்காக இயேசு கிறிஸ்து கல்வாரியில் തന്നെ ബലിയാഗ ഒപ്പുകൊടുത്താർ എന്ന് വാസിக்கிறோம். കർത്താവ് മുതലായിരുന്നില്ലാതെ സമയശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി തന്നെത്താൻ കാൽവരിയിൽ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് അവിടെ വായിക്കുന്നത്. Lord Jesus Christ sacrificed himself on the cross of Calvary in order to make a glorious church into this spot freedom on AD 16. சிலர் இப்படியெல்லாம் ஜீவிக்க முடியுமா என்ற கேள்வியை கேட்டு அவருடைய ஜீவியத்தை அழித்து போடுகிறார். നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയുമോ എന്ന് ചിലർ ചോദ്യം ചോദിച്ച് സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നു. Some people ask questions that the extent of this state of life when they destroy their own life. இது தேவனுடைய தீர்மானம். ഇത് ദൈവത്തിന്റെ നിർണയമാണ്. This is a decision of God. அப்படி ஜீவிக்க முடியும். ഇങ്ങനെ ജീവിക്കുക സാധിക്കുന്നതാണ്. You can live this kind of life. 1 പേതുരു 1-ാം അധികാരം 15-16 വചനങ്ങൾ വാസിക്കുമ്പോൾ പത്രോസ് എഴുതിയ 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിച്ചാൽ As we talked in 1 Peter chapter 1 verse 15 and 16, ഞാൻ പരിശുദ്ധർ ആനപടിയാൽ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. be holy for I am holy. പരിശുദ്ധമാകുമ്പോഴേക്കും കുറച്ച് പ്രയാസപ്പെട്ട് പാടുകൾ എന്ന് യേശു சொல்லவிല്ല. വിശുദ്ധരായിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോ എന്നല്ല യേശു പറഞ്ഞത്. Jesus did not say make an attempt to be holy. முடியாத கொஞ்சம் பிரயாசப்பட்டு பாருங்களே என்று இயேசு சொல்லவில்லை. நான் பரிசுத்தர் ஆனபடியினால் நீங்களும் பரிசுத்தராயிருங்கள். നിങ്ങളെ കൂടെ സാധിക്കുമോ ഇല്ലയോ എന്നത് ശ്രമിച്ചു നോക്കിയാൽ പോരെ എന്നല്ല യേശു പറഞ്ഞത്. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. Jesus didn't say can be, can't be, is it possible? മുന്നമേയുള്ള ദേവാദി ദേവനിൽ കാണപ്പെട്ട നിർണയം അല്ലെങ്കിൽ തീരുമാനം. ഇതാണ് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മുടെ ദൈവാദി ദൈവത്തിൽ കാണപ്പെടുന്നതായ തന്റെ തീരുമാനവും നിർണയവും. This is a decision, determination that was in the mind of God before the foundation of the world.
இதற்காக தேவன் நம்மை அவருடைய சாயலாக குடும்பத்தின்படி சிருஷ்டித்தார். மனுஷன் பாவிகளாய் എല്ലാം പോയിട്ട് യേശു ക്രിസ്തു വന്നാൽ അതെല്ലാം നമുക്ക് தெரியும். ഈ ദേശത്തിലൂടെ ദൈവം സൃഷ്ടിച്ചു, പക്ഷേ മനുഷ്യൻ പാപിയായി. അതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിൽ വന്നുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അനുഭവത്തിൽ വരുമ്പടിക്ക് ഈ അനുഭവത്തിൽ എത്തിച്ചേരേണ്ടതിന് യേശു അല്ല പിശാചാനവൻ ആദാമെ അഴിച്ചു കൊണ്ടാണ്. പിശാച് ആദാമിനെ വഷളാക്കി. The devil corrupted Eve. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വചനത്തെ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വചനം വായിച്ചാൽ പിശാചാനവൻ തന്റെ തന്ത്രത്തിനാൽ ഏവാളെ അവൻ വഞ്ചിച്ചതുപോലെ സർവ്വഹവായുമായി ചതിച്ചതുപോലെ As the devil corrupted Eve with his pride, പിശാചാനവൻ ആദാം ഏവാളെ വഞ്ചിച്ചു. പിശാച് ആദാം ഹവ്വായെ ചതിച്ചു. the devil departed and ദേവൻ തന്റെ തീരുമാനത്തെ വിട്ടു വിലകവില്ല. പക്ഷേ ദൈവം തന്റെ പദ്ധതി വിട്ട് വ്യതിചലിച്ചതേയില്ല. தேவன் சொல்லுகிறார், பிசாசே நீ ஆதாம் ஏவாளை வஞ்சித்த, ஆனால் என்னை ஏமாற்ற முடியாது. என் தீர்மானத்தின்படி நான் சொன்னபடி செய்வேன். ദൈവം പിശാചിനോട് പറഞ്ഞു, നീ ആദാം ഹവ്വായെ ചതിച്ചിരിക്കാം, നിനക്ക് പക്ഷേ എന്നെ ചതിക്കാൻ സാധിക്കുകയില്ല. ഞാൻ കൽപ്പിച്ചു, ഞാൻ അതുപോലെ അനുഷ്ഠിക്കും. God said to the devil, "You were to be kind, Adam and Eve, but you cannot deceive me. I decided to die with you." എന്നാലെ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യനെ എന്നെ പോലെ ഞാൻ മാറ്റി അതേ ഇടത്തിൽ കൊണ്ടുവരുവേൻ. ഞാൻ ഉണ്ടാക്കിയ മനുഷ്യനെ ഞാൻ എന്നോട് അനുരൂപനാക്കി ആ സ്ഥാനത്ത് ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും. The man who made the fault, I will translate him and bring him to the place where അതേക്കുറിച്ച് ഒരു അരുമயான പാട്ട് തമിഴ് പാട്ട് പുസ്തകത്തിലുണ്ട്. 247-ാം പാട്ട് അപ്പുറം പാടിക്കൊണ്ട് നമ്മുടെ തമിഴ് സംഗീത ശുശ്രൂഷയിൽ 247-ാമത്തെ പാട്ട് തമിഴ് സംഗീത സഭയിൽ മനോഹരമായി അത് പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിൽ ചെന്ന് പാടിക്കൊള്ളുക. the travel service is song as a very good song you sing yourselves. അത് சொல்லுகிறார், പിശാചാനവൻ ആദാം ഏവാളെ ഏമാറ്റിനാൻ വഞ്ചിத்தான். ആദി മാതാപിതാക്കളായ ആദാം ഹവ്വായെ ആ ദുഷ്ടനായ സാത്താൻ ചതിച്ചു. The wicked devil is apparently your grandparents. അവനെ എടുപ്പേൻ, മനുകുലത്തെ നിർത്തുവേൻ. അവനെ ഞാൻ എടുത്തു മനുകുലത്തെ ത്രാണം ചെയ്ത് ഞാൻ നിർത്തുമെന്നാണ് പറയുന്നത്. I will take him and replace that ദേവൻ അവരുടെ നോക്കത്തിൻപടി പ്ലാനിൻപടി എല്ലാം ചെയ്യുവാർ. ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യപ്രകാരം പദ്ധതി പ്രകാരം എല്ലാം ചെയ്തു തീർക്കും. God will do everything according to his plan. இதற்காக தேவன் 3 காரியங்கள் உலகத்தில் செய்தார். 5 காரியங்களை செய்தார். ഇതിനായി നമ്മുടെ ദൈവം ലോകത്തിൽ 5 കാര്യങ്ങൾ ചെയ്തു. For which cause God did 5 things to the world. ഒന്ന്, ഉപ്രവാഹത്തിൻ ഊഴിയത്തെ ദേവൻ ഏർപ്പെടുത്തുന്ന 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-ാം വചനം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-ാം വചനത്തിൽ ഒന്നാമതായിട്ട് നിരപ്പിന്റെ ശുശ്രൂഷയെ ലോകത്തിൽ സ്ഥാപിച്ചു. 2 Corinthians chapter 5 verse 18, God appointed the ministry of reconciliation. രണ്ടാമത് ഉപ്രവാഹത്തിൻ ഉപദേശത്തെ വെളിപ്പെടുത്തുന്ന 2 കൊരിന്ത്യർ 5:19. രണ്ടാമതായി 5 കൊരിന്ത്യർ 19-ൽ നിരപ്പിന്റേതായ ഉപദേശത്തെ താൻ വെളിപ്പെടുത്തി. Secondly, 2 Corinthians chapter 5 verse 18, God has appointed the doctrine for this reconciliation. മൂന്നാമത് അതற்கேற்றதான പ്രതിഷ്ഠിക്കപ്പെട്ട ഊഴിയർകളെ ഏർപ്പെടുത്തിനാർ. മൂന്നാമതായി അതിനുതക്കതായ പ്രതിഷ്ഠിത ശുശ്രൂഷകരെ നിയമിച്ചു. Thirdly, for the same purpose, consecrated workers connected the point. தேவனுடைய மனதிலே நோக்கம் நிறைவேறும்படியாக தேவன் செய்த கிரியைகள். ദൈവത്തിന്റെ മനസ്സിലെ ഉദ്ദേശ ഫലപ്രാപ്തിക്കായിട്ട് ദൈവം ചെയ്തതായ പ്രവൃത്തികൾ. These are the works God had done in order to realize the plan which He had in His life. முதலாவது உப்ரவாகத்தின் ஊழியத்தை ஏற்படுத்தினார். ഒന്നാമത് നിരപ്പിന്റെ ശുശ്രൂഷ താൻ നിയമിച്ചു. Primarily, He had appointed the ministry. இரண்டாவது உப்ரவாகத்தின் உபதேசத்தையும் வெளிப்படுத்தினார். രണ്ടാമതായി നിരപ്പിന്റെ ഉപദേശത്തെ വെളിപ്പെടുത്തി. Secondly, the teaching of reconciliation was taught. மூன்றாவது உப்ரவாகத்தின் സ്ഥാനാധിപതികളെ ഊഴിയർകളെ ഏർപ്പെടുത്തിനാർ. മൂന്നാമതായി നിരപ്പിന്റെ ശുശ്രൂഷകരായ സ്ഥാനാപതികളെ നിയമിച്ചു. Thirdly, the ministers, the vice apostles, were appointed for this ministry. സ്ഥാനാധിപതികളെ ഒന്ന് ചിന്തിപ്പോമാ. നമുക്ക് ആ സ്ഥാനാപതികളെ കുറിച്ച് ചിന്തിക്കാം. First, let us discuss the apostles. വേദം എടുത്തവൻ എല്ലാം ഊഴിയர்கள் എന്ന് சொல்ல முடியாது. ബൈബിൾ എടുത്തവരെല്ലാം ശുശ്രൂഷകർ എന്ന് വിളിക്കാനാവില്ല. Whoever takes the copy of the Bible cannot be called a minister. ഊഴിയர்களுக்கு ചില ബൈബിളിൻ പടി ചില തകുതികൾ
ശുശ്രൂഷകരാകാൻ ബൈബിൾ അനുസരിച്ച് ചില യോഗ്യതകൾ ആവശ്യമാണ്. When people is thinking to be a minister, he must have certain ഈ ബൈബിളിലെ qualifications. മുഴുവൻ വചനങ്ങളും പാരാമൽ പഠിക്കണം. ബൈബിളിലെ എല്ലാ ദൈവജനങ്ങളിലും മനഃപ്പാഠമാക്കിയേക്കാം. He may not be out all the verses in the Bible. നീ നല്ല അരുമയാണ് പ്രസംഗം ചെയ്യുക. നീ വളരെ നന്നായി പ്രസംഗിച്ചേക്കാം. He may tell you what you have to messages. അതിനാൽ ദേവ ഊഴിയர்களാக മാറാം. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല കർത്താവിന്റെ ശുശ്രൂഷകരാകുന്നില്ല. Why you to know you cannot become the minister of God. എബ്രായർ 5-ാം അധ്യായം 4-ാം വചനത്തിൻപടി അതിനാൽ ഒന്നാമത് എബ്രായലേഖനം 5:4 പ്രകാരം Therefore, basically, Hebrews chapter 5 and 4 verse. ആരോനെ പോലെ അழைக்கப்படாமல் தானாக சுயமாக இந்த கனமான ஊழியத்தை ஒருவனாலும் செய்ய முடியாது. അവരുടെ പോലെ വിളിക്കപ്പെട്ടവരല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. Robert takes this honor unto himself, but it is God of God as a ഇതിന്റെ man. ഒരു അழைപ്പ് தேவை. ഇതുകൊണ്ട് തന്നെ ഇതിനൊരു പിടി ആവശ്യമാണ്. For this, the calling is required. 1972 ഡിസംബർ മാസം 30-ാം തീയതി ശനിക്കിഴமை പിற்பകൽ 3 മണിക്ക് ദേവൻ എന്നെ അழைத்தார். 1972 ഡിസംബർ 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് അയച്ചു. The 1972 is the 30th Saturday after 2 o'clock. The Lord called me for this ministry. തൂക്കത്തിലുണ്ടാകുന്ന ദർശനമല്ല. ഞാനിങ്ങനെ ഉറക്കത്തിൽ കണ്ടതായ ഒരു സ്വപ്നമോ ദർശനമോ അല്ല. It is not a dream. സൂര്യ വെളിച്ചത്തിൽ ദേവൻ എന്നെ അழைத்தார். ആ സൂര്യപ്രകാശത്തിൽ ദൈവം എന്നെ വിളിച്ചു. In the blazes of light, the Lord called me. അതേപോലെ ദേവൻ നമ്മെ അழைക്കാൻ വേണ്ടി ഇതുപോലെ ദൈവം നമ്മളെ വിളിക്കണം. Thus, God must have called us to. അത് മുതലാം തകുതി. ഇതാണ് ഒന്നാമത്തെ യോഗ്യത. That's the first qualification. രണ്ടാം തകുതി ലൂക്ക 24-ാം അധ്യായം 49-ാം വചനത്തിൻപടി പരിശുദ്ധാത്മാവിൻ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പെറ്റുകൊള്ള வேண்டும். രണ്ടാമത്തെ യോഗ്യത ലൂക്കോസ് 24-ാം അധ്യായം 59-ാം പ്രകാരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അന്യഭാഷാ ഭാഷണം എന്ന അടയാളത്തോടുകൂടെ തന്നെ പ്രാപിച്ചിരിക്കണം. The second qualification is mentioned in Luke's Gospel, chapter 24, verse 49. You have received the power of anointing with the sight of unknown tongue. മൂന്നാമത്തെ തകുതി മൂന്നാമത്തെ യോഗ്യത The third mentions 5-ാം അധ്യായം 16-ാം വചനത്തിൻപടി മാംസത്തിൻപടി ഒരുവനെയും അറിയാமல் കാണപ്പെട வேண்டும். 2 പ്രകാരം ആരെയും ജഡപ്രകാരം അറിയുന്നവരാകരുത്. 2 Corinthians chapter 5, verse number 16. You must not know anybody. അവൻ മലയാളിയെന്നോ തമിഴെന്നോ തെലുങ്കെന്നോ കർണാടകമെന്നോ മൊഴി വ്യത്യാസത്തിൽ ഒരുവനെയും നാം തെളിയക്കൂടാ. ഒരാളെ കാണുമ്പോൾ തമിഴൻ, മലയാളി, കന്നഡികൻ, തെലുങ്കൻ എന്നിങ്ങനെയുള്ള വിവേചനത്തോടുകൂടി കാണാൻ പാടില്ല. God linguistic distinction as a Tamil, Malayali, Kannada. നമ്മുടെ സഭയിൽ അത് വ്യത്യാസമില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ വിവേചനമില്ല. In our church, no such ചിലർ discrimination. ജാതിക്കേറ്റ സഭയെ ഏർപ്പെടുത്തുകളാണ്. ചിലർ അവരുടെ ജാതിക്ക് പറ്റിയ സഭയുണ്ടാകുന്നു. Some people form അവരുടെ ഭാഷയ്ക്കേറ്റ caste. സഭയെ ഒഴിവാക്കുകയാണ്. തങ്ങളുടെ ഭാഷക്കാർക്ക് വേണ്ടി ഒരു സഭയുണ്ടാകുന്നു. Some formulate അവരുടെ ഭാഷ language. மட்டும்தான் பேசுவாங்க. ആ ഭാഷക്കാർ മാത്രമേ ആ സഭയിലുണ്ടാകൂ. They will members in the same language only. ഉണ്മயான ഊഴിയர்களല്ല. ഇവരൊന്നും യഥാർത്ഥ ശുശ്രൂഷകരല്ല. They are not from the real true workers. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படிப்பட்ட மனுஷரால் தேவ சபையை உருவாக்க முடியாது. தேவ நோக்கம் நிறைவேற்ற முடியாது. ഇങ്ങനെയുള്ള വ്യക്തികൾ ദൈവസഭയാക്കി തീരുവാനോ ദൈവ ഉദ്ദേശം പൂർത്തീകരിക്കാനോ സാധിക്കുകയില്ല. The church of God cannot be found with such people. God, the will of God can be put അത് in the നമ്മുടെ സഭയിൽ പാരുക ഇപ്പൊ ഇത് 3 ഇന്റർപ്രിട്ടേഷൻ, ഇതെല്ലാം 2 ഇന്റർപ്രിട്ടേഷൻ വേറെയുണ്ട്. 5 ഇന്റർപ്രിട്ടേഷൻ. ഇപ്പോൾ കാരണം വന്ന ജനങ്ങൾക്കെല്ലാം സത്യങ്ങൾ വിളങ്ങണം. ഇപ്പോൾ മലയാളമൊക്കെ പേശി ഞാൻ പോന്ന എന്റെ പ്രയോജനം നമ്മളെല്ലാ ഭാഷക്കാർക്കും സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം മാംസത്തിൻപടി ഒരുവനെയും അറിയാമലിരുക്ക வேண்டும். എന്ന് വെച്ചാൽ ജനപ്രകാരം ആരെയും നമ്മൾ അറിയരുത്. which means after the flesh, we does not know anybody. ജാതി വ്യത്യാസം എന്തെങ്കിലും കാര്യങ്ങൾ നീ അറിയக்கூடாது. ജാതി, വർഗ വ്യത്യാസ വിവേചനങ്ങളൊന്നും നീ അറിയാനേ പാടില്ല. You must not know any general decision as it passed and creed and religion. அழைக்கப்பட்டவனாயிருக்கலாம், அபிஷேகம் பெற்றவனாயிருக்கலாம். இந்த 3-ாம் பகுதி உன் நிலவரம் என்ன? ഒരുപക്ഷേ നീ വിളിക്കപ്പെട്ടവരായിരിക്കാം, അഭിഷിക്തനായിരിക്കാം. ഈ മൂന്നാമത്തെ ഭാഗത്ത് നിന്റെ യഥാർത്ഥ അവസ്ഥ എന്ത്? Perhaps you will be called and anointed. What was the third aspect of this? 4-ാമത്തെ തകുതി
രണ്ട് കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാം വചനത്തിൻപടി വിശ്വാസ ജീവിയം ചെയ്യ வேண்டும். 4-ാം അധ്യായം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാം വാക്യപ്രകാരം വിശ്വാസത്താൽ ജീവിക്കണം. Before the qualification, 2 Corinthians chapter 5 verse 6, you have to continue your life, having by faith. നമ്മൾ കൺവെൻഷൻ നടത്തുക. നാം കൺവെൻഷൻ നടത്തുന്നത് We do conduct convention. இந்த பந்தல்கள் எவ்வளவு செலவு. ഈ പദ്ധതിക്ക് എത്രയോ ചെലവ് വരുന്നുണ്ട്. Doing expensive ലൈറ്റ് എല്ലാം പണം കൊടുക്കണം. ഈ ശബ്ദ വെളിച്ച സംവിധാനത്തിന് ഒരുപാട് പണം ചെലവാകും. sound system, illumination, the request, மூன்று நேரம் 5 நாளாக 3 நேரம் நீங்கள் சாப்பிடுகிறீர்கள். ഈ 5 ദിവസമായി നിങ്ങൾക്ക് ഇവിടെ 3 നേരത്തെ ആഹാരം ലഭ്യമാണ്. all the 5 days, bring portions of food, ask them to talk. ആർക്ക് ഞങ്ങൾക്ക് നിരക്കണമെന്ന് നിർബന്ധമില്ല. Don't talk about restriction. എല്ലാവർക്കും ഇലവസமாக കൊടുക്കും. എല്ലാവർക്കും തിരിച്ച് സൗജന്യമായിട്ടാണ് Freely provided to all. പാസ്റ്റർ യേശു തോമസ് അവர்கள் சொல்லுவார்கள். പാസ്റ്റർ യേശു തോമസ് അവர்கள் പറയാറുണ്ട്. As Jesus Thomas used to say, கொடுக்கும்படியாக தேவன் எங்களை அழைத்தார். കൊടുക്കേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. God is called us not to keep. 5000 பேரை வரிசையாக உட்கார வச்சுட்டு சொன்னாரு அந்திரசனத்துல அவருக்கு சாப்பாடு கொடுங்க. 5000 പേരെ വരികയായി ഇരുത്തിയിട്ട് കർത്താവ് അന്ത്രയോസിനോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുപ്പിക്കും. 5,000 people have been running through the night. You are glad and Andrew must provide them to you. ஆண்டவரே, எல்லாவற்றையும் விட்டு நாங்கள் வந்திருக்கிறோம். കർത്താവിനെ സകലം വിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ വന്നതല്ലേ. Oh Lord, we can நாங்கள் say, எப்படி follow you. போக முடியும்? ഞങ്ങൾക്ക് എങ്ങനെ ഇവർക്ക് ആഹാരം കൊടുക്കും? How can we feed them? தேவனுக்கு மகிமை. ദൈവത്തിന് വന്നു. Lord, you need to God. விசுவாச ஜீவியமுடையவர்களாக காணப்பட வேண்டும். വിശ്വാസ ജീവിതമുള്ളവരായിരിക്കണം. Why investment take? நாங்கள் ஏற்கனவே donation எடுக்கிறதில்லை என்ற விஷயம் உங்களுக்கு எல்லாருக்கும் தெரியும். നമ്മളിങ്ങനെ സംഭാവന പിരിക്കാറില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. You know, we don't connect any donation. எஷ்டப்பட்டவற்றாலும் காணிக்கை நம்ம எடுக்கிறது இல்லை. ഒരു യോഗത്തിൽ നമ്മൾ സ്വതന്ത്രക്കാഴ്ച ഇരിക്കുന്നില്ല. We never can God free in any meeting. நோட்டீஸ்ல பிரிண்ட் பண்ணி இருக்கிறோம் காணிக்கை சேர்ப்பதில்லை. സാധാരണഗതിയിൽ നോട്ടീസ് അടിക്കാറുണ്ട്. ഞങ്ങൾ കാണിക്ക സ്വീകരിക്കാറില്ല. Offering not collected, printed in the notice. முழு உலகத்திலும் இந்த சபை உண்டு. ഈ സഭ മുഴുവൻ ലോകത്തിലും വ്യാപിച്ചു നടക്കുന്നു. This church is எல்லாருக்கும் all the ஒரே world. பிரமாணம் தான். എല്ലാവർക്കും ഇതേ പ്രമാണം, ഒരേ ഒരു പ്രമാണം. Everywhere the same யாரிடத்திலும் ஒரு பைசா நாம் கேட்டு வாங்குறது இல்லை. ആരുടെ മുമ്പിൽ ഒരു പൈസയും ചോദിച്ചു വാങ്ങാറില്ല. We don't demand any currency. விசுவாச ஜீவியம். വിശ്വാസം ജീവിതം. It's a life of faith. உன்னுடைய விசுவாசம் வளர வேண்டுமானால் നിന്റെ വിശ്വാസം വളരണമെങ്കിൽ If your faith needs to grow, அப்போது மற்றுள்ள சபையில் சில ஊழியர்கள் வந்து சொல்லுவாங்க ചിലപ്പോൾ മനസ്സിലാക്കിയ ശുശ്രൂഷകളുണ്ട്. கிடைக்கிறது போல எனக்கு கிடைக்கிறது இல்லை. அதுக்கு என்ன வழி என்று പാസ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടാറില്ല. എന്താണ് അതിന്റെ ഒരു വഴി? what is the minority who say, Pastor, we don't get answer to see. What's the way? എല്ലാ വഴി നിന്റെ കൈ കൊണ്ടു കൊടുക്കും. അപ്പൊ വേറെ വഴിയൊന്നുമില്ല. ഇതുവരെ നിന്റെ കയ്യിലുണ്ടെങ്കിൽ വന്നാൽ മതി. We say, put your uniform like ours. എന്താണ് വഴി? What's the way? യേശു തോമസ് ഒരു വഴിയെ ചൊല്ലി തന്ന പാസ്റ്റർ സി തോമസ് ഒരു വഴി കാണിച്ചു തന്നു. Pastor St. Thomas taught the way. യാക്കോബ് 2-ാം അധികാരം 5-ാം വചനം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. James chapter 2, verse number 5. உலகத்தில் தரித்திரரை விசுவாசத்தில் ஐஸ்வர்யவான்களாக தேவன் மாற்றுகிறார். ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി മാറ്റുന്നു. The Lord teaches the poor in the world, prosperous in the world. உலகத்தில் தரித்திரனாக மாற்றப்பட வேண்டும். നീ ലോകത്തിൽ ദരിദ്രരായി മാറണം. You must become poor in the world. நான் பாஸ்டர் ஏசியோட கூட 3 வருஷம் துவக்கத்தில் ஊழியம் செய்தவர். ഞാൻ ശുശ്രൂഷയുടെ ആരംഭത്തിൽ 3 വർഷം പാസ്റ്റർ സി തോമസ് അപ്പച്ചന്റെ കൂടെ ആയിരുന്നു. At the beginning of the ministry, I had been with Pastor St. Thomas for அவர்கள் years. செய்வதெல்லாம் எனக்கு தெரியும். അപ്പോൾ താൻ ചെയ്യുന്നതെല്ലാം എനിക്കറിയാം. I used to observe everything. തന്നെ ദരിദ്രനാക്കും പഠിക്കാൻ അവർ ഡെയിലി തന്റെ ബൈബിൾ ബാഗ് കാര്യം பண்ணுவார். തന്നെ ദരിദ്രനാക്കേണ്ട ദിവസം തന്റെ ബൈബിൾ കാർഡ് ഒഴുക്കി കാലിയാകും. Without impoverish himself, he used to empty his bag. வேண்டாம் அதில் இருக்கிறதான பணத்தை எல்லாம் எடுத்து மாற்றி வைக்கும். ഞാൻ അതിലുള്ള പണമെല്ലാം എടുത്ത് മാറ്റി വയ്ക്കും. And he came back and money was back. ബാഗിൽ നയാ പൈസ But the bag would be empty. അടുത്ത നാളില് അവർക്ക് 30 രൂപ തേவை. തനിക്ക് കിട്ടിയത് 30 രൂപ ആവശ്യം. The following day, he was in need of 30 അവർ rupees. സിഎക്കാരൻ തന്നെ വെച്ചിരുന്ന തനിക്ക് അതൊരു വീട്ടുകാരാണ് ഉണ്ടായിരുന്നത്. They kept up 3 അത് liters 3 ലിറ്റർ പെട്രോൾ അടിക്കും. അതിന് 3 ലിറ്റർ പെട്രോൾ അടിക്കും. which requires 3 liters petrol. 1 ലിറ്റർക്ക് അന്ന കാലത്തിൽ 3 രൂപ 30 പൈസ. അന്ന് 1 ലിറ്റർ പെട്രോളിന്റെ വിലയാണ് 3 രൂപ 30 പൈസ. And those
the 10 rupees, 3% if you 10 pies, അപ്പോൾ വീട്ടു ചെലവുക്കാக പാസ്റ്റർ സീജോൻ എല്ലാ ചെലവും പാപ്പാ ഇവിടെ ഇരുന്നാൽ കൊഞ്ചം പണം കൊടുപ്പാ 20 രൂപ കൊടുപ്പാ. പാസ്റ്റർ സീജോനാണ് വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. താനവിടെ ഉണ്ടെങ്കിൽ താനും അല്പം കൊടുക്കും. തന്റെ ഷെയർ എന്ന് പറയുന്നത് 20 രൂപയാണ്. To make the household expenditure, you got 20 rupees. അപ്പൊ 30 രൂപ തേണം. ഇങ്ങനെ 30 രൂപ ആവശ്യം. 30 rupees. അതിന് രാത്രി മുഴുവൻ കരങ്ങളെ വീഴ്ത്ത് നാട്ടുകാർ വെളിയെ പോയിട്ട് സ്തോത്രം 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 കർത്താവേ സ്തോത്രം 30 രൂപ വേണം. ഞാൻ പോയി കൈ പിന്നാലെ പിടിക്കണം. ഞാൻ തൂങ്ങും ചെയ്യും. തൂക്കത്തിന് നമ്പർ 1 ഞാൻ തൂങ്ങി വീഴും. അവരെന്നെ ചുറ്റുമായിരുന്നു. ഞാൻ തന്നെ അപ്പച്ച ഏൻ இந்த வேலை ஷர்ட்டில் காசு இருக்கிறது 30 രൂപ തന്നെ എടുത്ത് കൊടുത്തലാമേ. അപ്പൊ അവർക്ക് இந்த വസനത്തെ சொல்லி തന്നാർ. അപ്പോൾ കാര്യങ്ങളെ പോയി 30 രൂപയ്ക്ക് വേണ്ടി പുറത്തേക്ക് കസേരയിൽ കരങ്ങളിൽ സ്തോത്രം ചെയ്യുമ്പോൾ ഞാൻ കരങ്ങളെ താങ്ങി പിടിച്ചിട്ട് ഞാൻ ചോദിക്കും അപ്പച്ച എന്തിനാ ഇതിന്റെ ആവശ്യം? അവിടെ പൈസ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എനിക്ക് വരലും പഠിപ്പിച്ചു തന്നു. There is when young man when praise God for the money, you said that the money is there in the shop, you teach this was there. നമ്മെ നാം ദരിദ്രരാക്കിനാൽ താൻ വിശ്വാസത്തിൽ ഐശ്വര്യവാന്കളാക മാറാൻ മതിയോ? നാം നമ്മെ ദരിദ്രരാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ സമ്പന്നരാകാൻ സാധിക്കുകയുള്ളൂ. If we empower ourselves only in faith, we can become rich. ദേവർക്ക് മഹിമ. ദൈവത്തിന് മഹത്വമുണ്ടാകും. Glory to God. இப்படி വിശ്വാസത്തിൽ ഐശ്വര്യവാന്കളാക നാം മാറ്റപ്പെട வேண்டும். ഇങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ സമ്പന്നരായി മാറണം. Thus we need to be rich in இந்த faith. വിശ്വാസത്തിനാൽ ദേവനത്തിൽ ഇരുന്ന് നാം എല്ലാം പെற்றுകൊള്ളலாம். ഈ വിശ്വാസത്തെ ഉപയോഗിച്ച് നമുക്ക് ദൈവത്തിൽ നിന്ന് എല്ലാം നേടിയെടുക്കാം. By this faith we can gain everything from God. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഇന്നലെ നിങ്ങൾ കേട്ടതുപോലെ As we listen to the message, 16 അധികാരം 6 വചനത്തിൻപടി ലേഖനം 11 അധ്യായം 6 വാക്യപ്രകാരം Hebrews 13 verse 6. വിശ്വാസമില്ലാமல் ഒരുവനും ദേവനെ പ്രിയപ്പെടുത്ത முடியாது. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. It is impossible to please God without faith. അപ്പൊ വിശ്വാസത്തിൽ നാം ഐശ്വര്യവാന്കളാക മാറ്റപ്പെട வேண்டும். അതുകൊണ്ട് നാം വിശ്വാസത്തിൽ സമ്പന്നരായി തീരണം. Therefore, we must become rich in faith. അപ്പോൾ താൻ ദേവന്റെ ആലയത്തെ നാം കെട്ടിയെടുപ്പ முடியும். അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ആലയം പടുത്തുയർത്തുവാൻ കഴിയൂ. Then only we can build up the temple of God. ഐശ്വര്യവാന്കളാക താൻ ദേവാലയം കെട്ട முடியும். ദൈവാലയം പണിയുവാൻ സമ്പന്നർക്ക് മാത്രമേ സാധിക്കൂ. The temple can be built up only by the rich. ആവിക്കുറിയ ഐശ്വര്യവാന്കൾ, ആത്മീക സമ്പന്നർ, Spiritually rich, ഒന്ന് വിശ്വാസത്തിൽ ഐശ്വര്യം, ഒന്നാമതായി വിശ്വാസത്തിൽ സമ്പന്നർ, rich in faith, മഹിമയിൽ ഐശ്വര്യം, മഹിമാധനം ഉള്ളവർ, rich in glory, പരിശുദ്ധത്തിൽ ഐശ്വര്യം, വിശുദ്ധിയുടെ ധനമുള്ളവർ, rich in holiness, ഈവിൽ ഐശ്വര്യം, ദാനം എന്ന ധനമുള്ളവർ, rich in gifts, നീതിയിൽ ഐശ്വര്യം, നീതിദാനം ഉള്ളവർ, rich in righteousness. എല്ലാ വിഷയത്തിലും ഐശ്വര്യവാന്കളാക നാം മാറ്റപ്പെടണം. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും നമ്മൾ ധനവാന്മാരായി സമ്പന്നരായിരിക്കണം. God's examples, we must become rich spiritually. ഐശ്വര്യം ഉള്ള வாழ்க்கைയിൽ இருந்தாൽ ജീവിതമായ സമ്പത്ത് ധനം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ If there is such richness in your life, ദേവനോട് നെരുങ്ങി ജീവിക്ക முடியும். നിനക്ക് ദൈവത്തോട് അടുത്ത് ഇടകലർന്ന് ജീവിക്കാം. you can draw closer to God. അതിനാലാണ് ഊഴിയர்கள் വിശ്വാസ ജീവിതം ചെയ്യ வேண்டும். അതുകൊണ്ടാണ് പറയുന്നത് ശുശ്രൂഷകർ വിശ്വാസ ജീവിതം തന്നെ നയിക്കണം. Brothers and sisters, focus must do. ഈ പണം ചേർത്ത് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വിശ്വാസം പെരുകാതെ. ഈ പണം കൂട്ടിവെച്ചുകൊണ്ടിരുന്നാൽ നീ വിശ്വാസം ഒരിക്കലും വർദ്ധിക്കാൻ പോകുന്നില്ല. If you keep on amassing money, your faith is not going to multiply. ഒരു ബൈബിളിനാൽ മുഴു ഉലകത്തെയും സമ്പാദിച്ചേൻ എന്ന് ചൊല്ലുവാൻ. ചിലര് പറഞ്ഞു ഈ വേദപുസ്തകം കയ്യിലെടുത്തത് കൊണ്ട് ഞാൻ ലോകത്തിലുള്ളതെല്ലാം നേടിയെന്ന്. Some say, with the same copy of the Bible, I gain all the things in the world. ബൈബിളിനാല് ദേവനെ ആശീർവദിക്കും. ഇത്ര വലിയ മനുഷ്യത്വം ഈ ബൈബിൾ എടുത്തത് കൊണ്ട് ദൈവം അനുഗ്രഹിച്ച് തന്നതാണ്. There's a beautiful action for me. It is the Bible God has blessed me. അല്ല ഞങ്ങൾ എന്നെ ചൊല്ലുവോ? പക്ഷെ നമ്മൾ എന്തായിരിക്കും പറയുക? On the other hand, what they say, ദരിദ്രരാക മാറ്റപ്പെട്ടു. ബൈബിൾ കയ്യിലെത്തിയത് കൊണ്ട് ഞങ്ങൾ ദരിദ്രരായി മാറിയിരിക്കുന്നു. as they have taken the Bible, we will go. ഒരു സെന്റ് സ്ഥലമില്ല. ഞങ്ങളുടെ പേരിൽ ഒരു സെന്റ് ഭൂമിയില്ല. There's no cent of land registered in our place. പൈസ ബാങ്കിൽ പണവുമില്ല. ഒരു നയാ പൈസയുടെ ബാങ്ക് നിക്ഷേപവുമില്ല. No penny in the bank account. No money. ഓഫറിംഗ് കിടത്താൻ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെലവ് പണവും മുടിയാതെ ഞങ്ങൾക്ക് കിട്ടുന്ന കാണിക്കപ്പെടാൻ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാൻ
സമർപ്പിക്കാനും സാധ്യമല്ല. Bringing the offering according to fantasy, we cannot expect it. ദേവന്റെ പണം. ഇതെല്ലാം ദൈവം തരുന്ന പണം. It's a money of God. ഒരു നാളിൽ ദേവൻ കണക്ക് കേൾപ്പാൻ. ഒരു നാളിൽ ദൈവം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. God must pay that day. വിശ്വാസത്തിൽ ഐശ്വര്യവാനായി മാറ്റപ്പെട്ടാൽ നിങ്ങളുടെ தேவைகள் ദേവൻ സന്ധിപ്പാൻ. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരായാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം പൂർത്തീകരിക്കും. Thus, if you need a rich faith, God is able to fulfill all your needs. ഇത് നാലാമത്തെ തകതി. ഇതാണ് നാലാമത്തെ യോഗ്യത. This is the fourth area. അഞ്ചാമത്തെ തകതി എന്നത് ഇനി എന്താണ് അഞ്ചാമത്തെ യോഗ്യത? What's the fifth area? 14-ാം അധികാരം 26-ാം വസനത്തിൽ ഇരുന്ന് 33-ാം വസനം മുടിയെ വാസിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ളതായ ദൈവവചനങ്ങൾ വായിച്ചാൽ Luke's Gospel chapter 14, verse 26 to 33. പ്രതിഷ്ഠയുള്ളവനാകെ കാണപ്പെടണം. താൻ പ്രതിഷ്ഠയുള്ള വ്യക്തിയായിരിക്കണം. Help the serving consideration. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രതിഷ്ഠയെ ഉടയ്പത് താൻ പാപങ്ങളിൽ പെരിയ പാപം. പ്രതിഷ്ഠാലംഘനമാണ് പാപങ്ങളിൽ പ്രധാനപ്പെട്ട പാപം. Breaking the consecration is the most heinous sin. അതിനാൽ താൻ മത്തേയു 19-ാം അധികാരം 12-ാം വസനത്തിൻപടി അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 12-ാം വാക്യം Matthew's Gospel chapter 19, verse number 10. അനേക പ്രതിഷ്ഠയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഷണ്ഡൻ എന്ന പ്രതിഷ്ഠയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. We have come to the consecration of being a eunuch. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. പരലോക രാജ്യ നിമിത്തം തങ്ങളെയെ അണ്ണകളാக മാറ്റിക്കൊണ്ടവர்கள் സ്വർഗ്ഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയവർ. For the sake of the kingdom of God, we convert ourselves eunuchs. அப்படிப்பட்ட வெளிப்படுத்தல் தரிசனங்கள் வந்தபோது ഇങ്ങനെയുള്ളതായ വെളിപ്പാടുകളും ദർശനങ്ങളും വന്നപ്പോൾ Once we have such revelation and vision, എന്നെ ഞാനേ അണ്ണകനാக മാറ്റിക്കൊണ്ടു. ഞാൻ എന്നെ തന്നെ ഒരു ഷണ്ഡനാക്കി മാറ്റി. I made myself eunuch. പിറവിയിൽ അണ്ണകനാக പിറந்த അണ്ണകനുണ്ട്. ജന്മനാ ഷണ്ഡനായി ജനിച്ചവരുണ്ട്. God born eunuchs. മനുഷ്യരാൽ അണ്ണകളാക്കപ്പെട്ടവர்களுണ്ട്. മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടവരുണ്ട്. There are eunuchs made by fellow beings. പരലോക രാജ്യ നിമിത്തം തങ്ങളെയെ അണ്ണകളാக മാറ്റിക്കൊണ്ടവர்கள் സ്വർഗ്ഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയവർ. Those that made themselves eunuchs for the sake of the kingdom of God. കാര്യമില്ല. ഇതൊന്നും ഒരു നിസ്സാര കാര്യമല്ല. This is not an ordinary thing. ഒന്ന് വാസിക്കും. ഇത് വായിച്ചാട്ടെ. അമ്മയുടെ മത്തേയു 19-12-ാം വസനം. മത്തായി 19:12. Matthew 19:12. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ക്ഷണന്മാരായി ജനിച്ചവർക്ക് തമിഴ് വാസം നേരമില്ല. தாயின் வயிற்றிலிருந்து தாய் வயிற்றிலிருந்து அண்ணகனாக பிறந்த அண்ணகன் உண்டு. மனுஷர்களால் அண்ணர்களாக்கப்பட்டவர்கள் மனுஷர்களால் அண்ணகளாக்கப்பட்டவர்கள். பரலோக ராஜ்யத்தின் இதான் நிமித்தம் கவனிங்க. ഇത് ശ്രദ്ധിക്കുക. பரலோக ராஜ்ய நிமித்தம் தங்களை அண்ணர்களாக்கிக் கொண்டவர்கள் உண்டு. நானே அண்ணகனாக மாற்றிக்கொண்டேன். ഞാൻ എന്നെ സ്വർഗ്ഗരാജ്യ നിമിത്തം ഷണ്ഡനാക്കി മാറ്റി. I made myself eunuch for the sake of the kingdom of அதனால God. தான் விவாக ஜீவியம் இல்லாமல் ஜீவிக்கிறோம். അതുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കൂടാതെ ജീവിക്കുന്നത്. Therefore we live without getting married. அண்ணகன் என்று சொல்லும்போது அதோட அர்த்தம் என்ன? ഷണ്ഡൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? What's meant by eunuch? அடுத்த தலைமுறையை உருவாக்க தகுதி இல்லாதவன். അടുത്ത തലമുറയെ ജനിപ്പിക്കുവാൻ കഴിവില്ലാത്തവൻ. Not able to beget the next generation. നിങ്ങൾക്ക് தெரியும் അണ്ണകനുക്ക് പിള്ളകൾ പിറക്കാതെ. നിങ്ങൾക്കറിയാം ഷണ്ഡന് മക്കൾ ജനിക്കില്ല. You know the eunuch is not able to beget ആത്മീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ in the spiritual life. മാനസികമായ ഇച്ഛകളും ആശാപാസങ്ങളും ഇല്ലാതെ ജീവിക്കக்கூடிய ഒരു നിലമ. ജനീകമായ താല്പര്യങ്ങൾ രാഗമോഹങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ. There's a spiritual stand in which all the lust of the flesh and the desires are mortified. ഗലാത്യർ 5-ാം അധികാരം 24-ാം വസനത്തെ വാസിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാൽ As we turn to Galatians chapter 1, മാംസത്തെയും അതിന് ആശയിച്ചകളെയും സിലുവയും അറിയ வேண்டும். ക്രിസ്ത്യൻസിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോട് കൂടി ക്രൂശിക്കണം. those that are Christ have crucified the flesh with the affections thereof. മുന്തിന നടക്കக்கூடிய മോശപ്പോക്കും ഇച്ഛകളാലെ കെട്ടുപോകുന്ന പഴയ മനുഷ്യനെ നീ കളഞ്ഞു പോട வேண்டும். മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നീ ഉരിഞ്ഞു കളയണം. You have to send away the old man that is after the old conversation which is produced in your life. സ്വയം ഇച്ഛയിനാൽ ഇഴുக்கப்பട്ട് ശോധിക്കപ്പെട്ട് നീ ശോധിക്കപ്പെടുകിற பின்பு இச்சையானது கர்ப்பம் தரித்து பாவத்தை பிறப்பிக்கும். பாவம் பூர்ணப்படும் போது மரணத்தை பிறப்பிக்கும் என்று யாக்கோபு 1-ாம் அதிகாரம்
സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു. മോഹം ഗർഭധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പുറന്നു. James chapter 1 verses 14 and 15. Everyone is tempted when he is troubled in his own lust. മാംസിക ഇച്ഛയില്ലാതെ ജീവിക്കുന്നതാണ് ഒരു മേന്മயான ജീവിതം. ജഡമോഹമില്ലാതെ ജീവിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ജീവിതം. There's an excellent life. You are in the lust of the flesh. 51 വർഷமாக இந்த ஊழியம் செய்கிறேன். ഞാൻ 51 വർഷത്തിൽ പരമായി ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. I have been doing this ministry for the past 21 years. 1.25 വർഷം ഊഴിയം ചെയ്തു. കൊട്ടാര കഴിഞ്ഞ 1.25 വർഷത്തോളം ഞാൻ ശുശ്രൂഷ ചെയ്തു. It is Kottayam residential. I did the ministry for 1.3 years. ജഡമോഹമില്ലാത്ത ജീവിതം. Your life divided in the lust of the flesh. എന്നെ കുറിച്ച് ഏതാണ്ട് ഒരു അപമാനം சொல்றதுக்கு உங்களுக்கு முடிந்தாൽ ഒന്ന് കരങ്ങൾ ഉയർത്തുക. എന്തെങ്കിലും അപവാദത്തിനെ കുറിച്ച് പറയുവാനുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക. Can anybody say a remark against you? முதலாம் தெசலோனிக்கர் 2ஆம் அதிகாரம் 7 எடுத்து வாசிக்கிறது போல அந்த அளவுக்கு ஒரு பரிசுத்தமான ஜீவியம் இதே கொட்டாரக்கரையில் நான் ജീവിക്കും. 1 തെസലോനിക്കർ 2:7 കാണുന്നത് പോലെ ഇത്രത്തോളം പവിത്രമായും അനിത്യമായും കൊട്ടാരക്കരയിൽ ജീവിച്ചു. As we read 1 Thessalonians chapter 2 verse 7, in the same chapter chapter excellent fire நீங்களும் சாட்சி. അതിന് ദൈവവും നിങ്ങളും സാക്ഷികൾ. God as well as you witness the same. அப்படிப்பட்டதான மாம்சிக இச்சை இல்லாமல் ஒரு மேன்மையான ஜீவியம் இந்த உலகத்தில் மாംസ ശരീരത്തിൽ செய்ய முடியும். അങ്ങനെ ജഡമോഹമില്ലാത്ത ശ്രേഷ്ഠമായ ഒരു ജീവിതം ഈ പാപലോകത്തിൽ തന്നെ ഈ ജഡശരീരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നയിക്കുവാൻ സാധിക്കും. The same physical body with the sinful world, it will accomplish a sinless life. தேவனுக்கு மகிமை. ദൈവത്തിന് ഓർമ്മ. எப்படி ഞാൻ എന്നെ അന്നകനാக മാറ്റിക്കൊണ്ടോ എങ്ങനെയാണ് ഞാൻ എന്നെ ക്ഷമനാക്കി മാറ്റിയത്? How did I make myself ഞാൻ live? അന്നകനൊന്നുമല്ല. ഞാനൊരു ക്ഷമനല്ല. There's not a born unit. വിവാഹം ചെയ്താൽ കുഴന്തകൾ പിറക്കും. വിവാഹിതനായാൽ മക്കളുണ്ടാകും. The body and bigger children. അപ്പൊ ഞാനൊരു അന്നകനല്ലേ. അതുകൊണ്ട് ക്ഷമനല്ല. I'm not a human being. ഇപ്പോഴത്തെ പരലോകരാജ്യ നിമിത്തം എന്നെ ഞാനെ അന്നകനാக മാറ്റിക്കൊണ്ടേ. എന്നാൽ ഇപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ ഞാൻ എന്നെ ക്ഷമനാക്കി മാറ്റി. But now, for the sake of the kingdom of God, I made myself எப்படி human. ഞാൻ എന്നെ മാറ്റിക്കൊണ്ടേ? ഞാൻ എങ്ങനെയാണ് എന്നെ എങ്ങനെയാക്കിയത്? How did I transform? പ്രതിഷ്ഠയിനാൽ എന്നെ ഞാൻ മാറ്റിക്കൊണ്ടേ. ഞാൻ എന്റെ പ്രതിഷ്ഠയാൽ എന്നെ എങ്ങനെയാക്കി? Through consecration. പ്രതിഷ്ഠ മുഖ്യം. അതുകൊണ്ട് പ്രതിഷ്ഠയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. If consecration is more important, ഉലക മക്കളും വിശ്വാസികളും എങ്ങളെ പറഞ്ഞാണ് சொல்வாங்க ഇത് പ്രതിഷ്ഠിക്കപ്പെട്ട ഊഴിയர்கள். അതുകൊണ്ടാണ് ലോകദേശീയ വിശ്വാസികൾ ഞങ്ങൾ കാണുമ്പോൾ ഇത് പ്രതിഷ്ഠിത ശുശ്രൂഷകർ എന്ന് വിളിക്കുന്നു. therefore the one in the believers will address us, they are consecrated workers. ദേവനുക്ക് മഹിമ. ദൈവത്തിന് Glory be to God. പ്രതിഷ്ഠിക്കപ്പെട്ട ഊഴിയர்கள். ഞങ്ങൾ പ്രതിഷ്ഠിത ശുശ്രൂഷകർ. We have been consecrated ministers. പ്രതിഷ്ഠയുള്ള ഊഴിയர்கள். ക്ഷണത്തെ പ്രതിഷ്ഠയുള്ള ശുശ്രൂഷകർ. We are the ministers with the dedicated spirits. ജീവിതം ചെയ്യ முடியும். ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. We can accomplish that kind of life. എല്ലാവരും കല്യാണം பண்ணுவது ദേവസിദ്ധമല്ല. എല്ലാവരും വിവാഹം കഴിക്കണമെന്നുള്ളത് ദൈവ ഇഷ്ടമല്ല. It is not the will of God, all are given to marriage. വിവാഹം എന്നത് ദേവൻ ഏർപ്പെടുത്തിയ ഒരു മേന്മயான കാര്യംதான். വിവാഹം എന്നത് ദൈവം നിയമിച്ചതായ ഒരു ശ്രേഷ്ഠമായ വ്യവസ്ഥ തന്നെയാണ്. Marriage is a system which is in the appointed by God. യെരമ്യാവിനെ കുറിച്ച് നാം വാസിക്കുമ്പോൾ എന്നാൽ യെരമ്യാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ When you read about Jeremiah, യെരമ്യ 16-ാം അധികാരം 2-ാം വചനത്തിൽ വാസിക്കുമ്പോൾ യെരമ്യാവിന്റെ 16-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ chapter 16, verse 2 verse, நீ பெண்ணை விவாகம் பண்ண നീ வேண்டும். എന്നെ വിവാഹം பண்ண വേണ്ട. സ്വന്തം ഭാര്യയെ എടുക്കരുത്. இவ்விடத்தில் உனக்கு குமாரன் ഇവിടത്തിൽ ഉനക്ക് കുമാരനും കുമാരത്തികളും இருக்க வேண்டாம் என்றார். ഇരുക്ക വേണ്ട. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കരുത്. thou shalt not take your wife. യെരമ്യ വിവാഹം ചെയ്യവില്ല. യെരമ്യാവ് വിവാഹം കഴിച്ചില്ല. Jeremiah did not നീ marry. വിവാഹം ചെയ്യ വേണ്ട. നീ വിവാഹം കഴിക്കരുത്. You should not marry. விவாதம் ஏதேன் தோட்டத்தில் ஏற்படுத்தின அதே தேவாதி தேவன் യെരമ്യാவை பார்த்து சொல்லுகிறார், യെരമ്യാவே நீ விவாகம் செய்ய வேண்டாம். ഏതൊരു വിവാഹം എന്ന വ്യവസ്ഥ നിയമിച്ച ദൈവം യെരമ്യാവിനോട് കുറിച്ച് പറഞ്ഞത് നീ വിവാഹം കഴിക്കരുത് എന്നാണ്. When God wanted to marriage, yet the God of given no telling it to Jeremiah, you should not marry. இனி இதே குறித்து பரிசுத்த பவுல் சொல்லுகிற கருத்து பாருங்கள். വിശുദ്ധ പൗലോസിനെ കുറിച്ച് നടത്തുന്ന അഭിപ്രായ പ്രകടനം നോക്കുക. Also, the Peter said, Paul regarding this, பரிசுத்த பவுல் விவாகம் செய்ய
വിവാഹം കഴിച്ചിട്ടില്ല. Saint Paul remains unmarried. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വചനത്തെ വാസിക്കുമ്പോൾ First Corinthians chapter 7, the first verse. 1-ാം വചനം, 8-ാം വചനം, 27-ാം വചനം, 31-ാം വചനം, 38-ാം വചനം. 1, 8, 27, 31, 38 എന്നീ വാക്യങ്ങൾ. Verse 1, verse 7, verse 8, 28, all such verses. പഠിക്കാൻ നമുക്ക് നേരമില്ല. ഇതെല്ലാം വായിച്ചു കേൾക്കാൻ നേരമില്ല. Time doesn't go to text everything. എന്നെ തൊടാமல் இருப்பது உனக்கு நல்லது. സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത്. It is good for you not to touch all. 8-ാം വചനത്തെ വാസിക്കുക. 8-ാം വാക്യം വായിക്കുക. Verse number 8. വിവാഹമില്ലാത്തവர்களையும் கைப்பெண்களையும் குறித்து கைப்பெண்கள் இதற்கு சமமாக நான் சொல்லுகிறது என்னவென்றால் கவனிங்க, நான் சொல்லுகிறது என்னவென்றால் വിവാഹം കഴിയാത്തവരോട് വിധവമാരോട് ഞാൻ പറയുന്നത് அவர்கள் என்னை போல் இருந்து விட்டால் என்னை போல இருந்து விட்டால் അവരെ പോലെ പാർത്തുകൊണ്ടാൽ அவர்களுக்கு நலமாயிருக்கும். என்னை போல என்று சொன்ன அர்த்தம் என்ன? എന്നെ പോലെ കൊണ്ടാൽ വിവാഹം കഴിക്കാത്തവരോട് ഈ നിങ്ങൾ എന്നെ പോലെ തന്നെ പറഞ്ഞാൽ മതി. Look at the unmarried sisters, remain like me. விதவையை பார்த்து சொல்லுகிறார், மகளே நீ என்னை போல் இருந்து விடு. ആ വിധവയായ വ്യക്തികൾ പറയുകയാണ്, മകളെ നീയും എന്നെ പോലെ ജീവിക്കുക. Look at the widow sisters, daughter, remain like me. அப்போ பரிசுத்த பவுல் விவாகம் செய்யவில்லை. ആകയാൽ വിശുദ്ധ പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല. Saint Paul remains unmarried. ஏன் விவாகம் செய்யாமல் ஜீவிக்கிறோம்? എന്തുകൊണ്ടാണ് വിവാഹം കൂടാതെ ജീവിക്കുന്നത്? When you read the Bible without being married, அதோட பதில் தான் 31-ாம் வசனம். അതിന്റെ പ്രത്യുത്തരമാണ് 31-ാം വാക്യം. the response is given in verse 31. 7-ാം അധ്യായം 31 പഠിക്കും. 7-ന്റെ 31 വാക്യം. இவ்வுலகத்தை அனுபவிக்கிறவர்கள் அதை தகாத விதமாய் அனுபவியாதவர்கள் போலவும் இருக்க வேண்டும். இவ்வுலகத்தின் வேஷம் கடந்து போகிறது. அடுத்து நீங்கள் கவலையற்றவர்களாய் இருக்க விரும்புகிறேன். 32-ாம் வசனம் 32. நீங்கள் கவலையற்றவர்களாய் இருக்கும்படி നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കേണ്ടതിന് விவாகமில்லாதவன் கர்த்தருக்கு எப்படி பிரியமாயிருக்கிறான் என்று கவலை இல்லாத ஒரு ஜீவிதம். ചിന്താകുലമില്ലാത്ത ജീവിതം. A life without care. വിവാഹം ചെയ്തവർക്ക് കുടുംബത്തെ കുറിച്ച് പിള്ളകളെ കുറിച്ച് എவ்வளவு കവല. കവലയില്ല. വിവാഹിതനായ വ്യക്തി ഭാര്യ മക്കളെ ഓർക്കുന്നത് മാത്രം ചിന്താകുലത്തിലാണ്. പക്ഷേ എനിക്കങ്ങനെ ചിന്താകുലങ്ങളില്ല. The married are much concerned worrying about the wife and family. എനിക്കൊരു കവലയുണ്ട്. അതേസമയം പക്ഷേ എനിക്ക് മറ്റൊരു ചിന്താകുലമുണ്ട്. They are concerned about something else. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 28-ാം വചനത്തോടെ കടസി പകുതി 2 കൊരിന്ത്യർ 11-28 അവസാന ഭാഗമാണത്. 2 Corinthians chapter 11. എല്ലാ സഭകളെയും കുറിച്ചുള്ള ഒരു കവല എന്നെ നാട്ടുകാർ നിരക്കുന്നത്. സർവ്വ സഭകളെ കുറിച്ചുള്ള ചിന്ത ഭാരം എന്ന തിരക്കും നാൾതോറുമുണ്ട്. The concern of all the churches impresses me. അതിനകത്ത് ആ കാലങ്ങളിൽ മുഴു സഭകൾക്കാக മുഴു ദേശത്തുക്കാக നെടുമുഴങ്കാലിൽ നിന്ന് സ്തോത്രം பண்ணிக்கொண்டிருக்கிறோம். അതുകൊണ്ട് തന്നെയാണ് രാത്രികാലങ്ങളിൽ മുഴുവനുള്ള മുഴുവനായിട്ട് ഞങ്ങൾ മുഴങ്കാലിൽ നിന്ന് സ്തോത്രം ചെയ്യുന്നത്. Therefore, early morning, during the watches of the night, we are on the knees, we praise for the whole world. എനിക്ക് ആ ചിന്താഭാരം ഞങ്ങൾക്കുണ്ട്. I'm much concerned about it. ஆனா என்னத்தை உண்போம் குடிப்போம் புசிப்போம் என்ற கவலை எங்களுக்கு இல்லை. എന്നാൽ എന്ത് തിന്നുമെന്ന് കുടിക്കുമെന്ന് കൊടുക്കുമെന്ന് വിചാരപ്പെടുന്ന അവസ്ഥ ഞങ്ങൾക്കില്ല. But we don't know what has to, what to eat, what to ഞങ്ങൾ ലാൻഡ് വാങ്ങുறோம், കെട്ടിടങ്ങൾ കെട്ടുகிறோം, ഒരു കവലയും ഇല്ല. ഞങ്ങൾ വസ്തു വാങ്ങുന്നു, കെട്ടിടങ്ങൾ പണിയുന്നു, പക്ഷേ ഞങ്ങൾക്ക് ചിന്താഭാരമില്ല. We don't buy lands, build constructions, we are not concerned about anything. കാരണം ദൈവത്തിന്റെ കൃപയിനാൽ ദൈവം ഞങ്ങളെ പാതുകാക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ കൃപയാ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നു. Because the Lord protects us by His grace. ഉന്നത പ്രതിഷ്ഠയിൽ ഊഴിയர்கள் കാണപ്പെട வேண்டும். ശുശ്രൂഷകർ ക്ഷണന്മാർ എന്ന പ്രതിഷ്ഠയിൽ കാണപ്പെടുകയും Focus must have been changed in the consecration of being the eunuchs. ദൈവത്തിന്റെ മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. പാപങ്ങളിൽ ഇതിന് നന്നാக ഗവനിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. பெரிய பாவம் என்பது விபச்சார பாவம் இல்ல, வேசிய பாவம் இல்ல, மற்ற பாவங்கள் அல்ல. ஒரு முறை நீ பிரதிஷ்டை பண்ணின பிறகு பிரதிஷ்டையை உடைப்பது பெரிய பாவம். ആകയാൽ പാപങ്ങളിൽ പ്രധാന പാപം എന്നത് പരസംഗമോ വേശ്യാവൃത്തിയോ ഒന്നുമല്ല. ഒരിക്കൽ നീ പ്രതിഷ്ഠിച്ചിട്ട് അത് ലംഘിക്കുന്നതാണ് പാപങ്ങളിൽ വലുത്. The most serious case, not the character of fornication, rather after making consecration, if you break it. ലൂക്ക 9-ാം അധ്യായം 62-ാം വചനത്തെ നാം വാസിക്കുന്നു.
Luke Gospel chapter 9 verse 62. கலப்பனை கரங்களை வைத்த பிற்பாடு பின்னிட்டு பார்க்கிற எவனும் தேவ ராஜ்யத்திற்கு தகுதியுள்ளவன் அல்ல. കലപ്പമേ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. Don't let put his hand to the plow and looking back his picture of the kingdom of God. യേശു சொல்லுது. യേശുവാണ് നിങ്ങളെ ചെയ്തത്. Jesus says it all. പ്രതിഷ്ഠ பண்ணின பிறகு പ്രതിഷ്ഠിച്ചതിന് ശേഷം After making the consecration, நீ உடைத்து போட்டால் ആ പ്രതിഷ്ഠയിൽ ലംഘിച്ചാൽ if you destroy it, தேவராஜ்யமாகிய புதிய எருசலேம் சீயோனுக்கு நீ தகுதியுள்ளவன் அல்ல. ദൈവരാജ്യമാകുന്ന പുതിയ യെരൂശലേമിലും സീയോനിലും നീ ഒരിക്കലും അർഹനല്ല. you are not fit for the kingdom of God. You chant the word sign. எங்களுடைய ஒரு பெரிய பாஸ்டர் ഞങ്ങളുടെ ഒരു വലിയ പ്രശ്നം கேரளாவில் ஊழியம் செய்து நான் பேர் சொல்றதில்லை. പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കേരളത്തിലും ശുശ്രൂഷിച്ചു. One of the prominent pastors, அநேக மலையாள பாட்டுகள் அவர் கட்டின பாட்டுகள். ധാരാളം മലയാള ഗാനങ്ങൾ താൻ രചിച്ചതാണ്. he composed many Malayalam பழைய songs. விசுவாசிகளுக்கெல்லாம் தெரியும். പഴയ വിശ്വാസികൾക്ക് സുപരിചിതനാണ്. All the believers know him. கடைசியில் அவர் ஊழியை விட்டு விலகினார். പിന്നീട് താൻ ശുശ്രൂഷ വിട്ടുപോയി. Finally, he left his பாஸ்டர் ministry. டி.യു. തോമസിന്റെ കാലത്തിൽ പാസ്റ്റർ തോമസ് അവരുടെ കാലഘട്ടത്തിൽ During the days of Pastor T.U. அவர் Thomas, சென்னைக்கு வந்தார். താൻ ചെന്നൈക്ക് വന്നു. he came to அவர் Chennai. 86 വയസ്സ്. അന്ന് ഏകദേശം 26 വയസ്സുള്ളവനായിരുന്നു. That he was 86. பாஸ்டர் ஃபோன் பண்ணார். പാസ്റ്റർ ഫോൺ ചെയ്തു. He called us. பாஸ்டர் நான் வயசு தெரிஞ்சது. പാസ്റ്ററെ എനിക്ക് പ്രായമായി. Was everything old? ஆனா ஒரு பாவம் ஒரு காரியம் என் மனசாட்சி என்னை வேதனைப்படுத்துது. ഒരു കുറ്റം ഒരു തെറ്റ് എന്റെ മനസ്സാക്ഷിയെ കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. And lacerated to my conscience because of the sin. அதனால தலைமை பாஸ்டரின் ஆனாலும் ஒருவர் வந்த என்னை அறிக்கை ஒன்று கேட்ட என் தலையில் கரங்களை வைத்து எனக்காக ஜெபிக்கணும்னு சொன்னார். ചീഫ് പാസ്റ്റർമാരിൽ ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ഏറ്റുവാഴ്ചയിൽ കേട്ടിട്ട് എന്റെ തലയിൽ കൈവച്ച് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. Therefore, my request is, when the chief pastor should come, he should lay his hand upon the head and pray for us. பாஸ்டர் டி. തോമസ് பாஸ்டர் வெஸ்லி அவர்களை அனுப்பினார். പാസ്റ്റർ തോമസ് അവരുടെ അയച്ചത് പാസ്റ്റർ വെസ്ലി അവരുടെയായിരുന്നു. Pastor Wesley was sent by Pastor வெஸ்லி Wesley Thomas. பாஸ்டர் நன்றாக தெரியும். പാസ്റ്റർ വെസ്ലിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. Because he's known with Pastor Wesley. போய் பேசுறேன். ചെന്ന് സംസാരിച്ചു. He visited for God. பாஸ்டர் ஜெபித்தார். ഒടുവിൽ പ്രാർത്ഥിച്ചു. He prayed. அந்த பாஸ்டர் சொன்ன ஒரு விஷயத்தை தான் நான் உங்களுக்கு சொல்ல ആ போறேன். പാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്. The carrying one thing which I like to present before you. മോനെ ദൈവം നിന്നെ ഉയർത്തി. മോനെ ദൈവം നിന്നെ ഉയർത്തി. My child, God has lifted ഊഴിയത്തിൽ you up. പലവിധമായ കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ വരും. ഈ വേലയിൽ പരിമിതമായ കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ വരും. There are different kinds of trials and problems in എന്നെ this പോലെ world. നീ ചെയ്യാതെ പക്ഷേ ഞാൻ ചെയ്തതുപോലെ നീ ഒരിക്കലും ചെയ്യരുത്. Don't follow what I did. വിശ്വാസ വീഴ്ചയിലെ കിടന്ന് നീ മരിക്ക വേണ്ടി. നീ വിശ്വാസ വഴിയിൽ കിടന്നു മരിക്കണം. Remain in the faith home and ഞാൻ keep your fast. വെളിയാസിലെ ഞാൻ പുറത്തു വന്നു. I came out. എപ്പോഴും വേദന എത്രയോ സങ്കടം. Unchallenged of മനസാക്ഷി ബാധിക്കുന്നു. മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നു. conscience is breaking. ദേവന് പഴയതുപോലെ ഒരു സന്തോഷമില്ല, സമാധാനമില്ല, ഒന്നുമില്ല. അതിനാൽ തന്നെ പാപാരിക്ക ചെയ്യുന്നതിനാണ് ഞാൻ ചെന്നൈക്ക് വന്നത്. മുൻകാലത്ത് ഒരു സമാധാന സന്തോഷം വാസ്തവമായി ഇല്ലാത്തതുകൊണ്ടാണ് പാപങ്ങളേക്ക് പറയാൻ ഞാൻ ചെന്നൈയിൽ വന്നത്. I lost the common joy and peace. That's why it went into the temptation. ஊழியர்கள் எங்களை மத்தியில் பல ஊழியர்கள் ஊழியம் விட்டு போகிறார்கள். ഇടങ്ങളിടയിൽ നിന്നും പലരും ശുശ്രൂഷ വിട്ടു പോകാറുണ്ട്. Remember even today, some ministers leave. அது நீங்க கேள்வியாக உங்க மனதில் கூட வைத்திருக்கிறீர்கள். നിങ്ങളുടെ മനസ്സിൽ അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. If you hear about this, you keep in your mind. ஊழியம் விட்டு போக காரணம் என்ன? എന്താണ് ഈ വേല വിട്ടു പോകാൻ കാരണം? What's the reason they were away from the ministry? വേദത്തിൽ അതിന് കാരണമുണ്ട്. ബൈബിളിൽ വ്യക്തമായ ഒരു കാരണം പറയുന്നു. Bible gives a reply. എസെക്കിയേൽ 34-ാം അധികാരം 2-ാം വചനത്തിൽ ഇருந்து 10-ാം വചനം കൂടിയ വാസിച്ച് പാരുക. യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായത്തിന്റെ 2 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചു നോക്കുക. Ezekiel chapter 34 verses 2 to 10. இப்ப 2-ാം വചനം പഠിക്കുക. രണ്ടാം തങ്ങളിലെ മേയ്ക്കുന്നതാണ് മേയ്പ്പർക്ക് അയ്യോ. തങ്ങൾ തന്നെ മേയ്ക്കുന്നവരെയും അയ്യോ കഷ്ടം. Woe unto the shepherds who feed themselves. இங்கே இருக்கிற ஊழியர்கள் நன்றாக கவனியுங்கள். ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരെ നന്നായി ശ്രദ്ധിക്കുക. Workers to be attentive. തങ്ങളെ മേയ്ക്കുന്നതാണ് മേയ്പ്പർക്ക് അയ്യോ. തങ്ങൾ തന്നെ മേയ്ക്കുന്നവരെയും അയ്യോ കഷ്ടം. The shepherds who feed themselves. தேவன் woe unto them. எடுத்து நான் எனக்காக என் மாம்சத்துக்காக என் இச்சைகளுக்காக எந்த விருப்பத்தை
എനിക്ക് അയ്യോ കഷ്ടം. Woe unto thee, it is thy God's money for the thousand Israel and who the price of mine Israel. അവരെ ഊഴിയത്തെ വിട്ട് ദേവൻ വിലക്കുക. പത്താം വസനം. കർത്താവായ கர்த்தராகிய ஆண்டவர் சொல்லுகிறார், கர்த்தராகிய ஆண்டவர் சொல்லுகிறார், இதோ நான் மேய்ப்பருக்கு விரோதமாக வந்து மேய்ப்பர்களுக்கு விரோதமாக வந்த என் ஆடுகளை அவர்கள் கையிலே கேட்டு ஆடுகளை அவருடைய கையில் இருந்து கேட்டு வாங்கி மேய்ப்பர் இனி மேய்ப்பர் கவனிங்க, மேய்ப்பர் இனி தன்னையே மேய்க்காதபடி மந்தையை மேய்க்கும் தொழிலை மந்தையை மேய்க்கும் தொழிலை விட்டு அவர்களை விலக்கி அவர்களை விலக்குவேன். ഞാൻ ആളുകളെ ചോദിക്കുക, அதை விட்டு போறாங்க. അതുകൊണ്ടാണ് ആളുകളെ നീക്കുന്ന വേലിയിൽ നിന്ന് ദൈവം നീക്കുന്നത് കൊണ്ട് ആളുകളെ വിട്ടു പോകുന്നത്. That's why many people quit this ministry. நீங்க கேட்கிற இந்த 4 காலுள்ள ஆடுகளை மேய்க்கிற கதை தானே. கடைசி வசனம் படிங்க. அந்த அதிகாரத்துல கடைசி வசனம், അധ്യായത്തിന്റെ അവസാന വാക്യം വായിക്കും. என் மந்தையும் என் மந்தையும் என் மேய்ச்சலின் என் மேய்ச்சலும் ஆடுகளுமாகி நீங்கள் மனுஷர், நீங்கள் மனுஷர். நான் உங்கள் தேவன் என்று கர்த்தராகிய ஆண்டவர் ஆடுகால ஆடல்ல இந்த ஆடு. നാലുകാലിൽ സഞ്ചരിക്കുന്ന നാൽക്കാലിയായ ആളുകളിൽ It is not the physical sheep. മനുഷ്യരാകുന്ന You are the ஆகையால் மேய்ப்பர்களே விளங்கிக் கொள்ளுங்கள். ദേവന്മാരെ മനസ്സിലാക്കുകയും therefore suppose പലരും തങ്ങളുടെ മാംസിക ഇച്ഛകൾക്ക് ഇടം കൊടുത്ത് പണത്തെയും മറ്റ് ശരീരത്തെയും ബാധിക്കുന്നപടിയിനാൽ ഊഴിയത്തെ വിട്ട് ദേവൻ വിലക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവികമായ മോഹങ്ങൾ ഇടം കൊടുത്തുകൊണ്ട് തങ്ങളുടെ ശരീരവും പണവും ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ദൈവം വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയുന്നു. that's why some ministers, the influence to either rest of the church, spend the money for the physical business, sustenance them. அந்த பிரதிஷ்டையில் நீ ஜீவித்தால் എന്നാൽ നീ പ്രതിഷ്ഠയിൽ ജീവിച്ചാലോ, If you maintain the consecration, 52 വർഷമായി ജീവിക്കണം. ഞാൻ 82 വർഷമായി ഞാൻ ജീവിക്കുന്നു. I have important classes for the 1973 മാർച്ച് മാസം 5-ാം തീയതിക്ക് ഊഴിയத்துக்கு വന്ന് 1973 മാർച്ച് മാസം 5-ാം തീയതിയാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്. that is certainly want to take extra time to do this ministry. ദേവന് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. 1 വർഷமாக മகிழ்ச்சி நான் ஊழியம் செய்கிறேன். 51 വർഷത്തിൽ പരമായി വളരെ സന്തോഷത്തോടെ വേല ചെയ്യുന്നു. Total joy. I never do this ministry for the past 22 years. പ്രയാസവുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു കഷ്ടവുമില്ല, ഒരു മനസ്താവുമില്ല, കസവുമില്ല, വൈരാഗ്യവുമില്ല. ഈ വേലയിൽ നിന്ന് എനിക്ക് യാതൊരുവിധമായ വൈഷമ്യമോ പ്രയാസമോ അല്ലെങ്കിൽ കയ്പോ പശ്ചാത്താപമോ ഒന്നുമേയില്ല. No bitterness, no guile, no grudge, no resentment, no suffering in this ministry for me. இதேபோல் மகிமையான ஊழியம் உலகத்தில் எங்குமில்லை. ഇതുപോലെ മഹത്വപൂർണ്ണമായ ഒരു ശുശ്രൂഷ ലോകത്തിൽ മറ്റൊന്നുമേയില്ല. Under the sun, no one else even can look at such a glorious ministry. എന്റെ അനുഭവത്തിലൂടെ சொல்லுகிறேன். ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. It's my practical experience. மகிழ்ச்சி. എത്രയോ സന്തോഷം. What a great joy. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. பாடுகள், ഉപദ്രവങ്ങൾ, തുன்பങ്ങൾ, തുയരങ്ങൾ എല്ലാം ഉണ്ട്. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങളൊക്കെ ഉണ്ട്. True, there are sufferings and persecutions and challenges. 2 തിമോത്തിയും 3-ാം അധികാരം 12-ാം വചനത്തെ വാസിക്കുമ്പോൾ 2 തിമോത്തിയോസ് 3:12 വായിച്ചാൽ So the Timothy chapter 3 verse number 12. அன்றியும் ക്രിസ്തുയേശുവിൽ ദൈവഭക്തിയായി ജീവിക്കാൻ മനതായിരിക്കുന്ന യാവരും തുன்பപ്പെടുവാർ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സിലുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. Those who want to be born in Jesus may have another tribulation. യേശു എന്നെ சொன்ன മത്തായി 5-ാം അധികാരം 12-ാം വചനത്തിൻപടി മത്തായി സുവിശേഷം 5-ാം പ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് Matthew's Gospel chapter 5 verse number 12. What is Jesus saying? உங்களை துன்பப்படுத்தி என் நிமித்தம் என் நிமித்தம் உங்களை நிந்தித்து உங்களை நிந்தித்து துன்பப்படுத்தி துன்பப்படுத்தி பலவிதமான தீமையான மொழிகளை பொய்யாக சொல்வார்களானால் சந்தோஷப்பட்டு களி கூறுங்கள். എന്റെ നിമിത്തം നിങ്ങളെ നിന്ദിച്ച് ഉപദ്രവിച്ച് എല്ലാത്തിനെയും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് രസിപ്പിൻ. Once you are reviled and persecuted and falsely accused, rejoice because of me. மகிமையான ஊழியம். പ്രിയരെ, മഹത്വപൂർണ്ണമായ ശുശ്രൂഷയാണിത്. Brothers, indeed, this is a glorious ஊழியத்துக்கு ministry. வரப்போகிறதான வாலிப சகோதர சகோதரிகள், இந்த ஊழியம் மகிமையான ஊழியம். ശുശ്രൂഷയ്ക്ക് വരുന്ന യുവാക്കളെ, യുവതികളെ, ഈ ശുശ്രൂഷ മഹത്വപൂർണ്ണമായ ശുശ്രൂഷ. Young brothers and sisters, when it is about to do this ministry, indeed, this is a glorious one. ஊழியத்துக்கு வருகிறதுக்கு சில சொப்பனங்கள்லாம்
വീടെല്ലാം ഇടിഞ്ഞ് വീഴുന്നത് പോലെ, വയലെല്ലാം വനാന്തരമാകുന്നത് പോലെ, വനാന്തരமான മരുഭൂമി നീ പോകുന്നത് പോലെ സ്വപ്നങ്ങളെല്ലാം பார்த்துக்கலாம். அந்த சொப்பனம் தேவாதி தேவன் தருகிற சொப்பனம் அல்ல, அந்த சாத்தான் தருகிற சொப்பனம். ஊழியத்துக்கு வரப்போகிற ஊழியர்களே, முன்னுக்கு வாருங்கள். ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പേ നിന്റെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നത് പോലെയോ അല്ലെങ്കിൽ നിന്റെ സ്ഥലം അത് മരുഭൂമി പോലെയോ ആകുന്നതൊക്കെ കണ്ടിട്ട് നീ പേടിക്കേണ്ടതൊന്നുമില്ല. അത് ദൈവത്തിന്റെ സ്വപ്നമല്ല, അത് പിശാചിനെ ഭയപ്പെടുത്താൻ വേണ്ടി അയക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശുശ്രൂഷയ്ക്കായി സഭയിലെ യുവാക്കളെ യുവതികളെ മുൻപോട്ട് വരുവീൻ. Before coming for the ministry, with your dreams in which the houses are relaxing and feel this desolate, your passion of witness is only the nightmare, not being able to step out to do the ministry of God. நான் எந்த அனுபவத்தோட சொல்றேன், இதே போல மகிழ்ச்சியான ஊழியம், சந்தோஷமான ஊழியம், ஜீவியம் வேறு எங்கும் இல்லை. സന്തോഷമായ ഒരു ജീവിതം ശുശ്രൂഷ എവിടെയുമില്ല. From my personal experience, tell you, such a glorious, such a joyful, such a ministry is not under the sun. ஊழியர்கள் தங்களுடைய ஜீவியத்தை பாதுகாக்காவிட்டால் இப்படிப்பட்ட சில பிரச்சனைகள் வரும். ശുശ്രൂഷകർ നമ്മളുടെ ജീവിതം കാത്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നേക്കാം. The workers trying to keep themselves ஊழியத்தை விலகினால் இந்த ஊழியத்துக்கு ஒன்றும் சம்பவிக்காது. ഈ വേല വിട്ടുപോയെന്ന് പറഞ്ഞുകൂടി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. this ministry, this is not going to be harmed. அப்போ பிரதிஷ்டை என்பது ஒரு தகுதி. ആകയാൽ പ്രതിഷ്ഠ എന്നതൊരു യോഗ്യത. Consecration is a required. கடைசியாக பரிசுத்த ஜீவியம் 1 தெசலோனிக்கர் 2ஆம் அதிகாரம் 7 10 വരെ പഠിക്കുമ്പോൾ பரிசுத்த ஜீவியமே ഒരു തകുതി. 1 തെസലോനിക്കർ 2ആം അധ്യായം 7 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവസാനമായി വിശുദ്ധി തന്നെ ഒരു യോഗ്യത. Finally, holiness, which is mentioned in 1 Thessalonians chapter 2 verses 7 to 10. അതിനാണ് യേശു சொன்னார், நான் பரிசுத்தர். അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വിശുദ്ധൻ. This one Jesus prayed, I am holy. நீங்கள் என்னை பின்பற்றுங்கள். നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ. You must follow me. பரிசுத்த ஜீவியம் செய்ய வேண்டுமானால் அப்போஸ்தலீய ஒரு உபதேசத்தை நீ பின்பற்ற வேண்டும். വിശുദ്ധ ജീവിതം നയിക്കണമോ നീ അപ്പോസ്തലിക ഉപദേശത്തെ പിൻപറ്റണം. Without accomplishing the holy life, you must follow apostolic doctrine. அது என்ன உபதேசம்? എന്താണ് ആ ഉപദേശം? What is that doctrine? ലേവ്യരാഗമം 20ആം അധികാരം 26ആം വചനത്തെ നീ വാസിക്കുമ്പോൾ ലേവ്യാപുസ്തകം 20:26 വായിച്ചാൽ Leviticus chapter 20 verse 26. അതിന് 20:26 ലേവ്യർ 20:26 கர்த்தராகிய நான் பரிசுத்தராய் இருக்கிறபடி கர்த்தராகிய நான் பரிசுத்தராய் இருக்கிறது போல நீங்களும் எனக்கேற்ற பரிசுத்தவான்களாய் இருப்பீர்களாக. நீங்கள் என்னுடையவர்களாய் இருக்கும்படி நீங்கள் என்னுடையவர்களாய் இருக்கும்படி നിങ്ങൾ നിങ്ങളവരായിരിക്കേണ്ടതിന് Without them, you will be mine. உங்களை மற்ற ஜனங்களை விட்டு മറ്റ് ജനങ്ങളെ വിട്ട് பிரித்தெடுத்தேன். ഞാൻ നിങ്ങളെ സകല ജാതികളിൽ നിന്നും വേർതിരിച്ചു. You have been survived from നീ പരിശുദ്ധமாக ജീവിക്ക വേണ്ടുമാനാൽ വേർപാട് ജീവിതത്തെ നീ പാതുകാക്ക வேண்டும், പിൻപற்ற வேண்டும். വിശുദ്ധമായി ജീവിക്കണമോ വേർപാട് ജീവിതം നീ പാലിക്കണം, പിൻപറ്റണം. to be holy, observe the life of separation. அதுதான் பரிசுத்தத்தின் அர்த்தம், வேர்பட்டு ஜீவிப்பது. ആകയാൽ വിശുദ്ധിയുടെ അർത്ഥമെന്താ? വേർപെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. There's a pain in holiness that he is separated life. வேர்பாடு ஜீவியத்தை பாதுகாத்தால் വേർപാട് ജീവിതം സൂക്ഷിച്ചാൽ You may say you are separated life. பரிசுத்தமான ஜீவியம் செய்யலாம். വിശുദ്ധമായ ജീവിതം നയിക്കാം. You will accomplish a holy life. இது பழைய ஏற்பாட்டு இஸ்ரவேல் மக்களுக்கு கொடுக்கப்பட்டதான ஒரு பிரமாணம். പഴയ നിയമകാലങ്ങളിലെ ഇസ്രായേലിയർക്ക് നൽകിയ പ്രമാണങ്ങളിൽ ഒന്നാണിത്. This is the law given to the Israelites during the Old Testament season. യാത്രാഗമം 19ആം അധികാരം 5-6 വചനങ്ങൾ വാസിക്കുമ്പോൾ വേർപാട് പുസ്തകം 9-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചാൽ നാല് കുറിച്ച് പറയും. Exodus chapter 19 verse 4 and 5. இப்பொழுது நீங்கள் என் வாக்கை உள்ளபடி கேட்டு என் உடன்படிக்கையை கைக்கொள்வீர்களானால் சகல ஜனங்களிலும் நீங்களே எனக்கு சொந்த சம்பத்தாய் இருப்பீர்கள். பூமியெல்லாம் என்னுடையது. நீங்கள் எனக்கு ஆசாரிய ராஜ்யமும் பசுத்த ஜாதியுமாய் இருப்பீர்கள். ഞാൻ നിങ്ങളെ എഗിപ്ത് ദേശത്തിലിருந்து വേർപിരിத்து കൊണ്ടുവന്നേ. ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവം. I will separate you and brought you ഞാൻ out of Egypt. നിങ്ങളെ വേർപിരിക്കേ. എന്തിനാണ് ഞാൻ നിങ്ങളെ വേർതിരിച്ചു കൊണ്ടുവന്നത്? What for did they separate you? 4 കാര്യങ്ങൾക്കാണ്. നാല് ഉദ്ദേശത്തോടെ. For what things? ഏതെല്ലാം 4 കാര്യങ്ങൾ? എന്താണ് 4 കാര്യങ്ങൾ? முதலாவது நீங்கள் என்னுடையவர்களாய் இருக்க வேண்டும். ഒന്നാമത് നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം. First, you must be mine.
രണ്ടാമത് നിങ്ങൾ പരിശുദ്ധ ജാതിയാക മാറ്റപ്പെട வேண்டும். വിശുദ്ധ ജനമായിരിക്കണം. Secondly, we must be holy nation. മൂന്നാമത് നിങ്ങൾ നിങ്ങൾ ഇതിന്റെ പ്രത്യേക സമ്പത്തായ സമ്പത്താണ്. We must be peculiar treasure. பிறகு கடைசி 20ஆம் அதிகாரம் 26 பரிசுத்த ஜாதியாய் இருக்க வேண்டும். மூன்றாவது ஆசாரிய கூட்டமாய் പുരോഹിത രാജ്യത്വമാകണം. Thirdly, we must be praise unto me. முதலாவது என்னுடையவர்களாய் இருக்கணும். രണ്ടാമത് നിങ്ങളവരാകണം. Basically, you must be mine. இரண்டாவது பரிசுத்த ஜாதி. വിശുദ്ധാജനം. Secondly, holy nation. மூன்றாவது ஆசாரிய கூட்டம். പുരോഹിത രാജ്യത്വം. Royal priesthood. நாலாவது விசேஷிக்கப்பட்டவர். നാലാമതായി പ്രത്യേക സമ്പത്ത്. Again, peculiar இதே treasure. உபதேசம் பழைய ஏற்பாட்டுக்கு கொடுத்தாலும் கூட புதிய ஏற்பாட்டில் பரிசுத்த பேதுரு இதே உபதேசத்தை சொல்லுகிறார். പഴയ നിയമകാലങ്ങളിലാണ് പറയുന്നതെങ്കിലും പുതിയ നിയമത്തിൽ വിശുദ്ധ പത്രോസ് ചരിത്രം ധരിച്ചു. All that was given to the Old Testament saints, Saint Peter reiterates. 1 பேதுரு 2ஆம் அதிகாரம் 9ஆம் வசனத்தை வாசியுங்கள். 1 പത്രോസ് 2 വായിക്കുക. First Peter chapter 2, verse number 9. நீங்களோ உங்களை அந்தகாரத்தில் நின்று தம்முடைய ஆச்சரியமான ஒளியினிடத்திற்கு வரவழைத்தவருடைய புண்ணியங்களை அறிவிக்கும்படிக்கு தெரிந்து கொள்ளப்பட்ட சந்ததியாயும் தெரிந்து கொள்ளப்பட்ட சந்ததி, ராஜரீகமான ஆசாரிய கூட்டமாயும் ராஜரீகமான ஆசாரிய கூட்டம், பரிசுத்த ஜாதியாயும் பரிசுத்த ஜாதி, அவருக்கு சொந்தமான ஜனமாயும் இருக்கிறீர்கள். சொந்தமான ஜனம். புதிய ஏற்பாட்டு சபைக்கும் ஏற்பாடு ஜீவியம் முக்கியம். പുതിയ നിയമസഭയ്ക്ക് വേർപാട് ജീവിതം അത്യന്താപേക്ഷിതം. Therefore, for the New Testament church at home is separated by ഈ വേർപെട്ട് ജീവിതം மட்டும்தான் சொந்த ஜனமாக மாற முடியும். വേർപാട് ജീവിച്ചെങ്കിൽ മാത്രമേ സ്വന്തജനമായി തീരൂ. if you are so full of the separation only, you can be the people of മൽക്കിയ God. 3ആം അധികാരം 17ആം വസനത്തെ നാം വാസിക്കുമ്പോൾ ഗലാത്യ 3:17 വായിച്ചാൽ Coming to Malachi chapter 3, verse 17. നീ എങ്ങൾക്ക് വിശേഷിച്ച പൊക്കിഷമാക മാറ്റപ്പെട്ടവൻ. ഞാനുണ്ടാകുവാൻ ദിവസത്തിൽ അവനൊരു നിക്ഷേപമായിരിക്കും. He must be a special treasure unto me. தேவனுக்கு மகிமை. ദൈവത്തിന് വന്നു. சீயோன் எருசலேம் என்பதுதான் தேவனுடைய பொக்கிஷம். സിയോൻ പുതിയ യെരൂശലേമാണ് ദൈവത്തിന്റെ നിക്ഷേപമാകുന്ന സമ്പത്ത്. Son Jerusalem of the treasure of God. தேவன் சீயோனில் வாசமாயிருக்கிறார். ദൈവം സിയോനിൽ വസിക്കുന്നു. God is dwelling inside. 132ആം സംഗീതം 13-14 വസനങ്ങളെ വാസിക്കുമ്പോൾ 132 സങ്കീർത്തനത്തിന്റെ 13-14 വാക്യങ്ങൾ വായിച്ചാൽ Psalm 122, verses 13 and 14. சீயோனை தேவன் தெரிந்தெடுத்ததுள்ள வாசஸ்தலமாக விரும்பினார் என்று வாசிக்கிறோம். യഹോവ സീയോനെ തിരഞ്ഞെടുക്കുകയും തന്റെ വാസസ്ഥലമായി ചിരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കും. God has chosen Zion is reserved for his இங்கே habitation. நான் என்றென்றைக்கும் வாசம் பண்ணுவேன். ഇവിടെ ഞാൻ ഇനി വസിക്കും. I will then hear no trouble. இந்த சீயோன் எங்கே? ഈ സിയോൻ എവിടെയാണ്? Where is his life? வானாதி வானங்களுக்கு மேலே உள்ள இடம். സ്വർഗ്ഗാദി സ്വർഗ്ഗത്തിന് മീതെയുള്ള ഒരു സ്ഥലം. High all the heavens. எபேசியர் 4ஆம் அதிகாரம் 10ஆம் வசனத்தை படித்து பாருங்கள். എഫേസ്യർ 4:10 വായിച്ചു നോക്കൂ. Ephesians chapter 4, verse number 10. இறங்கினவர் எல்லாவற்றையும் நிரப்பத்தக்கதாக வானாதி வானங்களுக்கு மேலாக எடுத்துக்கொள்ளப்பட்டார் என்று நாம் வாசிக்கிறோம். ഇറങ്ങി എല്ലാം നിറയ്ക്കേണ്ടതിനായി സ്വർഗ്ഗാദി സ്വർഗ്ഗത്തിന് മീതെ കയറിയവനാകുന്നു എന്ന് വായിക്കുന്നു. He that is in the same also and ascended above all heavens. சீயோன் என்ற ஒரு இடம் உண்டு. സിയോൻ എന്നൊരു സ്ഥലമുണ്ട്. There's a praise God. சீயோன் என்பது ஒரு பட்டம் அல்ல. സിയോൻ എന്നത് വെറും ഒരു പദവിയല്ല. டைட்டில் அல்ல. டைட்டில். അതൊരു ആലങ്കാരിക പദവിയല്ല. Zion is not a title. சீயோன் என்பது பரலோகத்திலே மேன்மையான இடம். സിയോൻ എന്നത് സ്വർഗ്ഗത്തിലെ അതിശ്രേഷ്ഠ സ്ഥാനമാണ്. Zion is the most spectacular. அதுதான் மகாராஜாவின் நகரம் என்று 48ஆம் சங்கீதம் 2ஆம் வசனத்தில் வாசிக்கிறோம். 48 സങ്കീർത്തനം 2 വാക്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് മഹാരാജാവിന്റെ നഗരം. Psalm 48, verse 2. There is a city of the வடக்கு சைடிலுள்ள சியோன் பர்வதம் அடிப்பமான ஸ்தானமும் சர்வ பூமிக்கு மகிழ்ச்சியுமாய் இருக்கிறது. அதுவே மகாராஜாவின் நகரம். മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ അത് സർവ്വഭൂമിയുടെ ആനന്ദം ഉയരം കൊണ്ട് മനോഹരം. beautiful situation. The joy of the whole world is part of Zion. On the sides of the earth, the city of the great king. அது மட்டுமல்ல, 84ஆம் சங்கீதம் 7ஆம் வசனத்தை வாசிக்கும் போது മാത്രവുമല്ല 84 സങ്കീർത്തനം 7 വാക്യത്തിൽ വായിച്ചാൽ Moreover, is the church some other praise from தேசமே the நிலைமை பெற்ற சீயோனில் தேவனுடைய சந்நிதியில் வந்து சேர்ந்தார்கள். അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നവർ എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. They go from strength to strength and come to the presence of the Lord. சீயோன் என்பது
is speaking the cornerstone. 50-ാം സംഗീതം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ Psalm 50, the second verse. அந்த സീയോനിൽ നിന്ന് ദേവൻ പ്രകാശിക്കുകയാണ്. God shines from the Zion. ഇവിടെ പരലോക സീയോനെ കുറിച്ച് അനേക വിഷയങ്ങൾ നാം പഠിക്കാൻ നേരമില്ല. There's many things that the Lord about heavenly Zion. அந்த സീയോനിൽ പരലോക സീയോനിൽ ആരെല്ലാം ഉണ്ട്? Who are there in the heavenly Zion? അത് മുരട് പിടിച്ച സ്ഥലമല്ല, മൊട്ടക്കുന്നുമല്ല, ഒന്നുമല്ല. It is not a hill, it is not a barren land. അത് മഹിമയുള്ള ഇടം. It's a place of ദേവാദി ദേവനും പരിശുദ്ധനാകി യേശുവും 144,000 പ്രതീക്ഷിക്കപ്പെട്ട ജയാളിയാണ് ഊഴിയர்களுം തങ്ങളിടം. വെളിപ്പെടുത്തൽ 14-ാം അധികാരം 1-ാം വചനത്തെ വാസിക്കുന്നു. ദൈവവും പരിശുദ്ധനായ യേശുവും 144,000 ശുശ്രൂഷകരും വസിക്കുന്നതായ സ്ഥലമാണ് വെളിപ്പാട് പുസ്തകം. God of God and Son Jesus Christ. What I want to do മറുപടിയിനാൽ இந்த സീയോനുக்கு വിരോധமாக നീ பேசாதே. ഈ സീയോന് വിരോധമായി നീ സംസാരിക്കരുത്. Therefore, do not speak about against இந்த Israel. ഊഴിയം തുടങ്ങിയപ്പോൾ 102 വർഷമായി വിട്ടത്. ഇവരെ ആരംഭിച്ചപ്പോൾ 102 വർഷമായി. Currently 100 years, that's why since we started this ministry, ദേവനുக்கு മഹിമ. ദൈവത്തിന് മഹത്വം. glory be to God. അன்றைக்கு പേപ്പറിൽ பார்த்தேன், കൊട്ടാരക്കര കൺവെൻഷൻ 90-ാം കൺവെൻഷൻ എന്ന് മനോരമയിൽ பார்த்தேன். കൊട്ടാരക്കരയിൽ നടക്കുന്നത് 90-ാമത്തെ കൺവെൻഷനായിരിക്കും. ஆனால் நமது ஊழியம் 1923-ാം ആണ്ടിൽ കൊളംബോ പട്ടണത്തിൽ ബർലോ എന്ന ഇടത്തിൽ പരിശുദ്ധനാകിയ പോളിനാൽ ദേവൻ ആരംഭിച്ചാർ. എന്നാൽ കൊളംബോയിൽ 1923-ാം ആണ്ടിലാണ് ബർലാനായ സ്ഥലത്ത് വിശുദ്ധനായ പാസ്റ്റർ പോൾ ഈ വേല ആരംഭിച്ചത്. ഇപ്പോൾ 102 വർഷം. പോൾ 102 വർഷമായി. 102 വർഷமாக സിയോനെ குறித்து ആണിത്തരமாக പരിശുദ്ധവാന്മാർ പ്രസംഗിക്കുകയാണ്. ഇപ്പോഴും ഈ 102-ാം വർഷത്തിൽ സിയോനെ കുറിച്ച് ഉറപ്പിച്ച് തറപ്പിച്ച് വിശുദ്ധന്മാർ പ്രസംഗിക്കുന്നു. அதற்கு விரோதமாக இத்தனை வருஷங்களாக நீயும் எழுதி கொண்டிருக்கிறாய். நான் ഇതിനുമായി പ്രയോജനമായി നീയും എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. அருமையான சகோதரனே சகோதரியே, நீ சீயோன் இல்லை என்று சொன்னால் சீயோன் இல்லாமல் போய்விடுமா? പ്രിയ സഹോദരി സഹോദരി, സിയോൻ ഇല്ല എന്ന് നീ പറയുമ്പോൾ അത് ഇല്ലാതെയായി പോകുമോ? ഇത് ദേവന്റെ മഹിമയാണ് ഉപദേശം. ഇല്ല, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞൊരു ഉപദേശമാണ്. സക്കറിയ 2-ാം അധികാരത്തിൽ വാസിக்கிறோம், സിയോനുക്കാக நான் கொண்டும் வைராഗ്യം கொண்டிருக்கிறேன். സക്കറിയാവിന്റെ 2-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ഞാൻ സിയോന് വേണ്ടി മഹാതീക്ഷ്ണതയോടെ ഇരിക്കുന്നു. கர்த்தர் சீயோனை கட்டி மகிமையில் வெளிப்படுவார். യഹോവ സിയോനിൽ മഹിമയുടെ മഹത്വത്തിൽ പ്രത്യക്ഷനാകി அப்படினால் தேவாதி தேவனோட நித்திய ராஜ்யத்தில் சீயோனில் வாழ வேண்டும் என்று வாஞ்சிக்கிற சகோதரி சகோதரர்கள் மகிமையான ஊழியத்துக்கு ஒப்புக்கொடுத்து முன்னுக்கு வாருங்கள். ആകയാൽ ദൈവാധീനത്തോടൊപ്പം ആ മഹത്വതരനായ സിയോനിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ നിങ്ങൾ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ അർപ്പണം ചെയ്യുവിൻ. வேறுபாடு ஜீவியம் முக்கியம். ആകയാൽ വേർപാട് ജീവിതം പ്രധാനപ്പെട്ടത്. ഉലകത്തിലും വേർപാട് വേണം, സഭയിലും വേർപാട് ജീവിയം വേണം. ലോകത്തിൽ ഒരു വേർപാട് വേണം, അതുപോലെ സഭയ്ക്കുള്ളിൽ ഒരു വേർപാട് ജീവിതം ആവശ്യം. முதலாம் சங்கீதம் 1-ാം വചനത്തിൽ വാസിക്കുമ്പോൾ ആ ദുർമാർഗരുടെ ആലോചനയിൻപടി നടവാമലും പാപികളുടെ വഴിയിൽ നില്ലാമലും പരിഹാസക്കാർ ഉட்காரும் இடத்தில் உட்காராமலும் നീ ഉലകത്തിൽ ഒരു വേർപാട് ജീവിയം ചെയ്യ வேண்டும். അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ നീ ഒരു വേർപാട് ജീവിതം നയിക്കണം. There was a separation, as we mentioned in verse 1. He was not walking with the counsel and body, not standing in the പൗൽ
சொல்லும்போது அப்போஸ்தலர் நடவடிக்கைகள் 2-ம் அதிகாரம் 40-ம் வசனத்தில் வாசிக்கிறோம். கோணலும் മാർവാടുமான സന്തതിയിനാണ്. വക്രതയും കോണലും തലമുറയുടെ നടുവിൽ രക്ഷിക്കപ്പെടുമെന്ന അപ്പോസ്തലരുടെ 2:44 പത്രോസ് പറയുന്നു. In Acts chapter verse 42, Apostle says that he was separated from the powers of the crooked generation. இன்னும் अनेक வார்த்தைகளாலும் சாட்சி கூறி மாறுபாடுள்ள இந்த சந்ததியை விட்டு விலகி உங்களை ரட்சித்துக் கொள்ளுங்கள். மாறுபாடுள்ள சந்ததி அது உலகத்தா വക്രതയുള്ള തലമുറയാണ് ഈ ലൗകിക മനുഷ്യർ. Unto one generation, one people. தேவ சபையில ஒரு வேறுபாடு தேவை. ദൈവസഭയ്ക്കുള്ളിലും ഒരു വേർപാട് ആവശ്യമാണ്. The church is all, he must observe the name of the Lord. 5-ാം അധികാരം 11-ാം വസനം. Corinthians chapter 5 verse 11. സ്വഭാവ പരിധിയിൽ ഒരു വേർപാട് தேவை. സ്വഭാവഭാഗത്തിൽ വേർപാട് വേണം. There must be separation in your character. 2 തിമോഥെയോസ് 3-ാം അധികാരം മുതൽ 5 വസനങ്ങൾ. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. 2 Timothy chapter 1 the first 5 verses. ദൈവത്തിന്റെ മഹിമ. ദൈവത്തിന്റെ Glory be to God. ഇനി ഉപദേശത്തിൽ നീ വേർപെട്ട് ജീവിക്കണം. ഉപദേശത്തിൽ നീ വേർപെട്ട് ജീവിക്കണം. Doctrinally, he must observe the life of separation. 16-ാം അധികാരം 17-18 വസനങ്ങൾ. റോമാലേഖനം 17-18 വാക്യങ്ങൾ. Romans 16 verses 17 and 18. அன்பின் சகோதரரே, நீங்கள் கற்றுக்கொண்ட உபதேசத்துக்கு விரோதமாக பிரிவினைகள் இடர்களையும் உண்டாக்குகிறவர்களை குறித்து எச்சரிக்கையாயிருந்து നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി அவர்களை விட்டு விலக வேண்டும் என்று ഇങ്ങനെയുള്ളവരെ വിട്ട് അകന്നു കൊള്ളുവീൻ. You must avoid ഐക്യമില്ലാത്തവരെ വിട്ട് നാം വിലക വേണം. ഐക്യമില്ലാത്തവരെ വിട്ട് നമ്മൾ അകലെയാണ്. We must avoid the people who are having fellowship with the doctrine. സഭയിൽ ചില ഒഴുങ്ങുകൾ പ്രമാണങ്ങളുണ്ട്. സഭയിൽ ചില പ്രമാണങ്ങളും ചില ക്രമങ്ങളുമുണ്ട്. There is such arrangements and orders in the church. അതിനൊരു വേർപാട് தேவை. അതിൽ നമുക്കൊരു വേർപാട് വേണം. That to observe the life of separation. 3-ാം അധികാരം 6-ാം വസനം. 2 തെസ്സലോനിക്കർ 2 Thessalonians chapter 3 verse number 6. പരിശുദ്ധവാന്കളുടെ മുൻപടി നടവാത്തവരെ വിട്ട് നീ വേർപെട്ട് ജീവിക്ക വേണം. പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്നവരെ വിട്ട് നീ അകന്ന് ജീവിക്കണം. We must avoid people who are unruly. വേർപാട് ജീവിതം മഹിമയും സുവിശേഷം. ഈ തേജസ്സിന്റെ സുവിശേഷമായി വേർപാട് ജീവിക്കണം. Life of separation is a glory. ശിവமான വേർപാട് ജീവിതം ഞാനും ജീവിக்கிறேன். ഞാൻ നിങ്ങളിൽ വേർപാട് ജീവിതം നയിക്കുന്നു. I told them to the silent ജീവിതം മനോഹരമായ ജീവിതം. what is sweet like ഇത് it is. കെട്ടിപ്പടുത്തുന്ന ജീവിതമല്ല. ഇത് നമ്മളെ കെട്ടിപ്പൊട്ടിക്കുന്ന ജീവിതമല്ല. These are something that is locking us. നമ്മെ പാതുകാക്കുന്ന ഊഴിയം. നമ്മളെ സംരക്ഷിക്കുന്നതായ ശുശ്രൂഷ. So when it's saying it protects us. അതിനാണ് യെശയ്യാ 58, 13, 14 വസനങ്ങൾ വാസിക്കുമ്പോൾ യെശയ്യാ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ According to Isaiah chapter 58 verses 13 and 14. ഇവകളെ നീ മഹിമയായി എണ്ണുവായാൽ കർത്തർക്ക് മനമകിഴ്ചയായി ഇരുപ്പാய். ഭൂമിയിൽ ഉയർന്ന ഇടങ്ങളിൽ ഏറിയിരിക്ക பண்ணுவேன் என்று യാക്കോബിൻ വായ് ഇതേ சொல்லிற்று. നിന്നെ ബഹുമാനിയോടെ നിന്നവാൾ ഞാൻ ഈ ഭൂമിയുടെ ഉന്നതികളിൽ കയറി വാഹനത്തിൽ ഓടുവാനാക്കും. ഇത് യഹോവയുടെ വായിലോ അരുളി ചെയ്തത്. If you consider all these things, I shall make you great. God's mouth says it. ഇതുപോലെ വേർപാട് ജീവിതത്തിന്റെ ഉപദേശത്തിൽ ഇപ്പാട് ഇനിയും നിറയെ വിഷയങ്ങളുണ്ട്. വേർപാട് വേർപെട്ട് ജീവിച്ചാൽ നീ ഒരു കാട്ടുപോത്ത് പോലെ സിംഹിയെ പോലെ നീ മാറുവാൻ. നീ വേർപെട്ട് ജീവിതം നയിച്ചാൽ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായിരിക്കും. നീ ഒരു സിംഹിയെ പോലെയായിരിക്കും. ധൈര്യமாக നീ നിൽക്കണം. വിശ്വാസത്തിൽ സദൈവം ഉറച്ചു നിൽക്കാം. കോയമ്പത്തൂർ ശേഖരത്തെ അടിച്ചു ഉടച്ചത് നിങ്ങൾക്കെല്ലാം തിരിയും. You know, Coimbatore, my head was broken. ഞാൻ ധൈര്യമായിരുന്നു. ഞാൻ ധൈര്യത്തോടെ ജീവിച്ചു. I boldly encountered. അന്നാൾ ഇരുന്ന് ഇന്നാൾ വരെയ്ക്ക് എനിക്ക് ഒരു വഴിയില്ല. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു വേദനയുമില്ല. Since and so far, I have not had any problem at all. ദൈവത്തിന്റെ മഹിമ. ദൈവത്തിന്റെ മഹത്വം. Glory be to God. എത്രയോ ആക്സിഡന്റുകൾ വന്നിട്ടുണ്ട്. ചെറിയ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട്. I met with many accidents. പക്ഷേ യേശു തോമസൊക്കെ 13 ആക്സിഡന്റുകൾ വന്നதாக അവർ ചൊല്ലുവാർ. പാസ്റ്റർ തോമസ് പറഞ്ഞിട്ടുണ്ട് തനിക്ക് 13 ആക്സിഡന്റുകൾ നേരിട്ടിട്ടുണ്ട്. In this version, Pastor Thomas met with 13 accidents. വിരോധமாக ക്രിയ ചെയ്വാൻ. സാത്താനെതിരായി പ്രവർത്തിക്കും. Satan against us. ഈ വേർപെട്ട് ജീവിപ്പോമാകി. എന്നാൽ നിങ്ങൾ വേർപെട്ട് ജീവിക്കുന്നു എങ്കിൽ If you are so, your life of separation. ഇസ്രായേൽ മക്കളെ പാതുകാത്ത ദേവൻ മുന്നെയും പാതുകാപ്പാൻ. ഇസ്രായേൽ മക്കളെ സൂക്ഷിച്ച ദൈവം തന്നെ നിന്നെയും പരിപാലിക്കും. Lord, you can Israel shall give you at home. എന്താണ് 23-ാം
താഴ്ത്താം. ജാതികളോട് ഇടകലരുന്നില്ല, തനിച്ചു പാർക്കുന്ന ഒരു ജനം. They did not let them be before the nation. ഒരു സിംഹത്തെ പോലെ കാട്ടുപോത്തെ പോലെ ബലശാലികളാக കാണപ്പെട്ടാர்கள். ഇതാ ജനം സിംഹിയെ പോലെ നിലനിൽക്കുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. Therefore, as strong as a unicorn and in the throat. എന്ത മന്ത്രവാദവും വലിയ ശൂന്യവും ഉനക്ക് വിരോധமாக വായിക്കാതെ ആഭിചാരവും ലക്ഷണവിദ്യയും നിനക്കെതിരായി ഫലിക്കുകയില്ല. No witchcraft or divination shall be from you. നിനക്ക് വിരോധமாக എഴുമ്പുന്ന എന്തായുധവും വായിക്കാതെ പോ. നിനക്ക് വിരോധമായുണ്ടാകുന്ന യാതൊരു കാര്യവും ഫലിക്കുകയില്ല. No perfect observation shall prosper. വേർപാട് ജീവിതത്തെ പാതുകാത്തും ചെയ്യും. ദൈവജനമേ, വേർപെട്ട ജീവിതം സൂക്ഷിക്കാം. People of God uphold the life of separation. ഇനിയൊരു ഉപദേശം ഞാൻ ദൈവിക സുഖം രണ്ടേ രണ്ട് വാർത്തയെ ചൊല്ലി മുടിക്കും. രണ്ട് വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊന്നാണ് ദൈവിക രോഗശാന്തി. Divine healings and the doctrine. ദൈവിക സുഖത്തെ വിട്ടുവിടാതിരിക്കുക. ദൈവിക രോഗശാന്തി ഉപേക്ഷിക്കരുത്. Do not neglect divine healing doctrine. ദൈവിക സുഖത്തിൽ നീ പെറ്റുകൊള്ള വേണ്ടുമാനാൽ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ പോതും. ദൈവിക രോഗശാന്തി അനുഭവിക്കണമോ, നീ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. To have divine healing, simply practice two things only. എന്റെ വീട്ടിൽ നടന്ന എന്റെ ജീവിതത്തിലൂടെ ചേർത്ത് മൂന്ന് കാര്യങ്ങളെ ചൊല്ലുക. എന്റെ തകപ്പനാൽ ഒരു മുறை തളർന്നു വിട്ടാൽ Was my father collapsed? നടക്ക മുടിയാതെ 14 നാൾ കഷ്ടപ്പെട്ടു. 14 ദിവസം നടക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടു. 40 days he ഒരു suffered. രാത്രി ഒരു അഭിഷേകം വന്നിറങ്ങി. രാത്രിയിൽ തന്റെ അഭിഷേകം വന്നു. But night anointing ഒരു ആവി നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞു. he got filled up in the spirit. അബ്രാഹാമിന്റെ ആവി നിറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. My mother took joy in the process. അഭിഷേകപ്പെട്ടതാണ് പിള്ളകൾ. നാങ്ങളും വിഷയം തിരിയാണ്. നാങ്ങൾ ആവി നിറഞ്ഞുകൊണ്ടിരിക്കണം. കാര്യമല്ലെങ്കിലും അഭിഷേകം പ്രാപിച്ചതായ മക്കളായി ഞങ്ങൾ കൂടി ചേർന്ന് ആത്മാവിൽ നിറഞ്ഞു. We the other children with the Lord, we too got filled up in the spirit. ആവി നിറഞ്ഞതൊന്നും പാട്ട് തേവയില്ല. ആത്മാവിൽ നിറയുന്നതിന് പാട്ട് അത്യാവശ്യമൊന്നുമില്ല. One is God is filled in the spirit. എന്റെ തകപ്പനാൽ എഴുപ്പിനാ. എന്റെ അപ്പൻ എഴുന്നേറ്റ് My father got up. കാലയിൽ എഴുപ്പി വയലത്ത് പോനാ. താഴെ രാവിലെ എഴുതി വഴിയിൽ പോയി. Got up early morning, went to the field. ദൈവിക സുഖം എவ்வளவு വലിയ സത്യം എന്ന് പാരുங்கள். ദൈവിക രോഗശാന്തി എത്ര മഹാസത്യമെന്ന് നോക്കി. Divine healing is indeed the great truth. ഞാൻ 9 പേർ. ഞങ്ങൾ എഴുതുന്നു. To the 9 children. എന്റെ 9ാമത്തെ സഹോദരൻ എന്റെ തായാൽ പ്രസവിക്കും. 9ാമത്തെ മകനെ ഞാൻ പ്രസവിക്കുമ്പോൾ When my mother was delivering the 9th child, ഏതോ ഒരു കൈ വെളിയെ വന്നിരുന്നത്. ഒരു കൈ മാത്രമാണ് പുറത്തു വന്നത്. one hand only came out. യോസിച്ച് പാരുക. അത് ചിന്തിച്ചു നോക്കൂ. Simply think about it. അപ്പോൾ അതിൽ കൺവെൻഷൻ നടക്കുക. അവിടെ അവർ കൺവെൻഷൻ നടത്തുന്നുണ്ട്. The convent went to എന്റെ the church and മാമ ടി.വി. തോമസ് താൻ പ്രസംഗത്തിന് വന്നിരുന്നു. എന്റെ അമ്മച്ചനായ മാസത്തിൽ തോമസ് പ്രസംഗത്തിന് വന്നത്. my uncle Pastor Jimmy Thomas came there to deliver the message. ഒന്നുമേ അത് അത്ഭുതവുമില്ല ഒന്നുമില്ല. 4 ദിവസം അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല, അത്ഭുതങ്ങളൊന്നും നടന്നില്ല. For 4 days, no God ഞാൻ did ഈ this. കിടന്ന് 1 മണിക്ക് മേൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രാത്രി 1 മണിക്ക് രാത്രി 1 മണിക്ക് ശേഷം Sunday night after എന്റെ 1 hour. അമ്മാമേ ഒരു അഭിഷേകം വന്നിറങ്ങി. എന്റെ അമ്മയുടെ മേലിൽ അഭിഷേകം നിറഞ്ഞു. The anointing came upon the mother. ശരീരം കട്ടിലൊക്കെ ഉറച്ചു. Cut to the body, went to body temple. എന്റെ കൈ அப்படியே உள்ளுக்குள்ள போய் അവന്റെ തല വെളിയെ വന്നു. കൈയകത്തേക്ക് വലിക്കുകയും തലപ്പുറത്ത് വരികയും ചെയ്യും. The hand was withdrawn, the head came out. അവനക്ക് 54 വയസ്സ്. പോകാൻ കഴിയാൻ 54 വയസ്സ്. From their brother is എന്നെ 54 years പോലെ old. ബർണോട്ടാവിൽ ഊഴിയം ചെയ്യുക. താങ്കളോട് ഇതിനെ പോലെ ശുശ്രൂഷ ചെയ്യുന്നു. His name is Rodon with me. അവന്റെ പേര് ഞാൻ ജോർജ് കുട്ടി. എന്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. His name is നല്ല ആരോഗ്യമായിരിക്കുക. ഇന്നും നല്ല ആരോഗ്യമുണ്ട്. His physical is joy of the today. വർഷങ്ങൾക്ക് പിറകെ ഞങ്ങളുടെ തായാക്കൾക്കൊപ്പം വൈകിട്ട് പ്രവേശിച്ചു. പിന്നീട് എത്രയോ കൊല്ലം കഴിഞ്ഞാണ് എന്റെ അമ്മ ഭവനത്തിൽ പ്രവേശിച്ചത്. After 20 years, my mother entered her inheritance. എത്രയോ അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ വാഴ്ക്കയിലും ചെയ്തിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. God went down with the answers in one and two. രണ്ട് കാര്യങ്ങൾ ചെയ്താൽ പോലും 2 കാര്യങ്ങൾ ചെയ്താൽ മതി. Simply practice ഒന്ന് it. യാക്കോബ് 5-ാം അധികാരം 14-ാം വചനത്തിൻപടി യാക്കോബ് 5:14 James chapter 5, verse உங்கள் 16. குற்றங்களை ஒருவர் அறிக்கையிட்டு ஒருவருக்காக ஒருவர் ஜெபம் பண்ணுங்கள். നിങ്ങൾ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തമ്മിൽ പ്രാർത്ഥിക്കുവിൻ. Confess it to one another, pray for one another. വിശ്വാസമുള്ള ജപം വിളിയാളിയെ രക്ഷിക്കും. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. The prayer of the faith is saints the അവൻ sick. പാപം ചെയ്തവനാണെങ്കിൽ അവനക്ക് മன்னிക്കപ്പെടും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കും. If he has committed sin, he shall be forgiven. കുറ്റങ്ങളെ ഒരുവർ അറിക്കയിടുക. തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുവിൻ. Confess the sins one ഈ another. കസപ്പോടെ വൈരാഗ്യത്തോടെ ആണ്ടവരേ സുഗന്ധാൻ എந்த தேவன் அவ சமாதானத்தின் தேவன் கலக்கத்தின் தேவன் அல்ல. சமாதானம் எங்கே உண்டோ
The sacrifice is the communication of the wine. പക്ഷേ കർത്തൃനിശ്ചയം കൊണ്ടെടുത്തിട്ട് പോകും. But if they take part in the Holy Communion, എത്ര വലിയ തെറ്റെന്നറിയാമോ? what a great fallacy it is. ഇത് കൃപായുഗമായതുകൊണ്ട് As is the season of grace, ജീവനെ എടുക്കവില്ല. ദൈവം നിന്റെ പ്രാണൻ എടുക്കുന്നില്ല. God hasn't taken away your life. വൈരാഗ്യങ്ങൾ, കോപങ്ങൾ, മൂർഖങ്ങൾ എല്ലാം അരിക്കവണ്ണി വിട്ടുവിടുക. കൈപ്പവരിയായതിനു ശേഷം കോപം ക്രോധമെല്ലാം ഉപേക്ഷിക്കും. Bitterness, vengeance, resentment, joy. തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കും. Pray one for another. തൽക്ഷണം സൗഖ്യം. That instant healing. ഉന്റെ പാപത്തിനാല് താൻ ഉനക്ക് വ്യാധി സുഖമാകുന്നില്ല. നിന്റെ രോഗം സൗഖ്യമാകാവുന്നതിന്റെ കാരണം നിന്റെ പാപമത്രേ. Your sickness is not healed owing to the sin. 38-ാം സംഗീതം 4-5 വസനങ്ങൾ. 38-ാം സങ്കീർത്തനത്തിലെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Psalm 38 verses 4 to 6. സഹോദരനെ, സഹോദരിയെ, നിങ്ങൾ എന്റെ നിലമയിൽ കാണപ്പെടുകയും സഹോദര സഹോദരി നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നു. Brother and sister, what's the person's status of the life? ഉത്തരവായി കൊള്ളുക. പാപങ്ങളെ തുറന്നുപേക്ഷിച്ച് തമ്മിൽ നിരപ്പ് പ്രാപിക്കുന്നു. Confess your sins and reconcile. ഉത്തരവാദിത്തത്തിന് ഊഴിയം. ഇതാ നിരപ്പിന്റെ ശുശ്രൂഷ. This is the ministry of ഇനി reconciliation. രണ്ടാമത് ചെയ്യ വേണ്ടിയ ഒരു കാര്യം, രണ്ടാമത് ചെയ്യേണ്ട കാര്യം Secondly, റോമർ 8-ാം അധികാരം 11-ാം വസനം. റോമാലേഖനം 8:11. Romans chapter 8 verse 16. മരിത്തവരിൽ എഴുപ്പിനവരുടെ ആവി ഉങ്ങളിൽ വാസമായിരുന്നാൽ സാവുകേതുവാന ശരീരത്തെ അവർ ഉയർപ്പിപ്പാർ. ക്രിസ്തുവിനെ മരിച്ചവരിൽ ഏൽപ്പിച്ചവരുടെ ആത്മാവിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ മരണ ശരീരത്തെ തന്റെ ആത്മാവിനാൽ ജീവിപ്പിക്കും. The spirit that in the Lord Jesus Christ, the person you hold, the water shall be body shall be fit. ഉയർപ്പിക്കും വല്ലമയെ പെற்றுകൊള്ളുക. ഉയിർപ്പിൽ ശക്തിയെ പ്രാപിക്കും. Receive the power of resurrection. ശരീരത്തെ വിട്ടുകൊടുങ്ങൾ, ശരീരത്തെ വിട്ടുകൊടുങ്ങൾ, പരിശുദ്ധാവിയാനവർക്ക് ഇടം കൊടുങ്ങൾ. എന്റെ நாங்கள் அடிக்கடி உங்களை நேசித்த தேவனுக்காக நான் பேசுகிறோம். അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും നിങ്ങൾ തന്നെ വിട്ടുകൊടുക്കുകയും എന്ന നിങ്ങളുടെ സ്നേഹത്താൽ പറയുന്നത്. This one repeatedly we want to know to receive the Holy Spirit and give the body. இந்த രണ്ട് കാര്യം ഇനി நிறைய വിഷയങ്ങളുണ്ട്. ദൈവിക സുഖം എന്നൊരു പുസ്തകം നമ്മുടെ ബുക്ക് സ്റ്റാളിൽ കിടക്കും. ദൈവിക സുഖത്തിൻ ദൂതുകൾ എന്നൊരു പുസ്തകം, ദൈവിക സുഖത്തിൻ ഉപദേശം എന്ന് വേറൊരു പുസ്തകം. ദൈവിക രോഗശാന്തിയുടെ ഉപദേശം എന്നും ദൈവിക രോഗശാന്തിയുടെ ദൂതുകൾ എന്നുമുള്ള പുസ്തകങ്ങൾ നമ്മുടെ ബുക്ക് സ്റ്റാളിലുണ്ട്. Our publications, even in the messages, അതെല്ലാം മാറ്റി വാസിയുണ്ട്. എല്ലാം വാങ്ങി വായിക്കും. go through everything. ദൈവിക സുഖത്തിൽ ഒരു രക്ഷയുണ്ട്. ദൈവിക രോഗശാന്തിയുടെ രക്ഷയുണ്ട്. There is a salvation. அந்த രക്ഷയെ பெற்றால் மட்டும்தான் நீ சரீர விழிப்பை பெற்றுக்கொள்ள முடியும். രക്ഷാപ്രാപ്തിക്ക് മാത്രമേ നിനക്ക് ശരീരം വീണ്ടെടുപ്പ് കിട്ടൂ. If you obtain that alone, you can have the adoption of the body. കേൾക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ The top pieces shall നീ be ഉயிரோടെ எழும்ப வேண்டுமானால் നീ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ to the rapture. இந்த 7 രക്ഷയും பெற்றுக்கொள்ள வேண்டும். 7 രക്ഷയും പ്രാപിക്കണം. You must have this seven salvation. ദൈവിക സുഖത്തിൽ ഒരു രക്ഷയുണ്ട്. ദൈവിക രോഗശാന്തിയുടെ രക്ഷയുണ്ട്. There's a salvation. அந்த രക്ഷയെ നീ பெற்றுக்கொள்ள வேண்டும். ആ രക്ഷ നീ പ്രാപിക്കണം. You must obtain it. அதுபடினால் தெய்வீக சுகம் என்ற சத்தியத்தை நீங்கள் காலாலே மிதித்து போடாமல் விட்டுவிடாமல் அலட்சியம் பண்ணாமல் அந்த உபதேசத்துக்கு என்று ஒப்பு கொடுப்போமாக. ദൈവിക രോഗശാന്തി സത്യത്തെ അലക്ഷ്യമാക്കാതെ അവഗണിക്കാതെ പുറക്കാരോട് ചവിട്ടിത്തൊഴിക്കാതെ ആ ഉപദേശ സത്യത്തിനായി നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. Do not trample on the foot. You may be the doctor, brother. நாம் எல்லாரும் எழுப்பித்திருப்போம். അല്പനേരം എഴുന്നേറ്റ് Shout your stand up now. நேரம் அதிகமாக கடந்து விட்டது. സമയം അല്പം കടന്നുപോയി. 10 minutes, 10 by 8. ஆனா இன்னைக்கு ഞാൻ ശനിക്കിഴமை அந்த சாப்பாடு இல்லை. എല്ലാ ശനിയാഴ്ച എന്റെ ഒരു ചിന്തയാണ് ഭക്ഷണം. சாப்பாடு இல்லை. ഞാൻ ഇച്ച ശനിക്കിഴமை ആച്ച சாப்பாடு இல்லை. നേരെ വണ്ടിയിൽ പോയി ഏറലാമെന്ന് നിனைச்சேன். சரி சாப்பிட்டுட்டு போங்க. കഴിച്ചിട്ട് പോയാൽ சரி ஒரு 5 நிமிஷம் ഒന്ന് ഒപ്പ് കൊടുங்க. Only 5 minutes surrender. ദൈവിക സുഖത്തിൽ அந்த വല്ലമ ഇപ്പോൾ ഇറങ്ങട്ടെ. ദൈവിക രോഗശാന്തി ശക്തി ഇവിടെ ഇറങ്ങട്ടെ. By the power of the word, you need to put on എന്ത് the വ്യാധിയാനാലും, ഏത് രോഗമായാലും എന്ത് പ്രശ്നമായാലും, ഏത് പ്രശ്നമായാലും What is the problem? ദേവന്റെ വല്ലമ ഇറങ്ങട്ടെ. ദൈവശക്തി ദേവ ഇറങ്ങട്ടെ. വല്ലമ ഇറങ്ങട്ടെ. ഇതിൽ അവിശ്വസിക്കാതെ വിശ്വസിക്കാം. വിശ്വാസിയുങ്ങൾ വിശ്വസിപ്പീൻ. கிறிஸ்துவே மரித்தோரின் எழுப்பினவருடைய ஆவி உங்களில் வாசமாயிருந்தால் சாவுக்கேதுவான சரீரத்தை உயிர்ப்பிப்பார். ക്രിസ്തുവിനെ മരിച്ചവരിൽ ഏൽപ്പിച്ചവരുടെ ആത്മാവിനെ വസിക്കുമെങ്കിൽ കര്യാത്മാവിനാൽ അവരുടെ മൃത ശരീരത്തെ ജീവിപ്പിക്കും. The Spirit of the Lord Jesus Christ, don't you know, by the Spirit, your body shall be living. ஒரு 5 நிமிஷம் எல்லாரும் This 5 minutes, be in the Spirit. ആത്മാവിനെ കൈ
സ്തോത്രം பண்ணுவோம். സ്തോത്രം സ്തോത്രം സ്തോത്രം. ദേവൻ വെളിപ്പെടുത്തിയ എല്ലാ സത്യവസനങ്ങൾക്കാக സ്തോത്രം பண்ணுவோம். Praise God for the truth of the Lord is given us tonight. ദൈവം വെളിപ്പെടുത്തിയ എല്ലാ സത്യവസനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വല്ലമേ അഭിഷേകത്തിനാല ദേവൻ നമ്മെ നിറപ്പി നമ്മുടെ വ്യാധികൾ, പ്രശ്നങ്ങൾ, കവലകൾ, ഭാരങ്ങൾ എല്ലാം അകറ്റുന്നപടിയാൽ സ്തോത്രം பண்ணுவோம். God is with us in the power of God has given away all the burden, all the challenges, all the problems, sicknesses. ശക്തിയുള്ള അഭിഷേകത്താൽ നിറച്ച നമ്മുടെ രോഗങ്ങൾ, കഷ്ടങ്ങൾ, ഭാരങ്ങൾ, വ്യാധികളെല്ലാം തീർന്നതിനായി സ്തോത്രം ചെയ്യാം. ദേവസമൂഹത്തിൽ കൊണ്ടുവന്ന എല്ലാ ആത്മാക്കൾക്കാக സ്തോത്രം பண்ணுவோம். Praise the Lord, the souls of God is brought to this evening to this presence. ദൈവത്തിൽ കൊടുത്ത എല്ലാ ജനങ്ങൾക്കായി നമ്മൾ ചേർന്ന് സ്തോത്രം ചെയ്യാം. പിതാകുമാരൻ പരിശുദ്ധാവിയാനവർക്കായി സ്തോത്രം பண்ணுவோம். Praise the Father, Son, Father, the Holy Spirit. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമായി സ്തോത്രം ചെയ്യാം. പിതാകുമാരൻ പരിശുദ്ധാവിക്കായി സ്തോത്രം பண்ணுவோം. ത്രിയേകദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജയം പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം.